പുള്ളി ടൈഗർ ബാം വെച്ചിട്ടാണ് ജനറേറ്റ് ചെയ്തെടുത്തത്. ടൈഗർ ബാമിൻ്റെ കടുവ വെച്ചിട്ടാണ് പുള്ളി ജനറേറ്റ് ചെയ്തത്. സോ ഐ പിച്ച് സംതിങ് ടു മോഹൻലാൽ, ഐ പിച്ച് സംതിങ് ടു മമ്മൂട്ടി. എനിക്ക് പ്രയത്നം ഞാൻ ഒരു ഇന്റർവ്യൂല് ഞാനിങ്ങനെ കണ്ടു. രജനീകാന്ത് തിരിച്ചു വന്നൊരു സിനിമ ഉണ്ടല്ലോ, ഒരാളുടെ ഒരു ജാട കാരണമൊക്കെ നമ്മുടെ എല്ലാവരെയും മൂടൊക്കെ പോകും. വ്യത്യസ്തമായ ലോകങ്ങൾ നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുന്ന കൃഷാന്ത് ആണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. വെൽക്കം കൃഷാന്ത്. ഇരിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം സംഘർഷ ഘടന IFFK വരുന്നു. ഡിസംബർ 13 to 20 ഇടയിൽ. ഈ സംഘർഷ ഘടന ഇൻസ്റ്റയിൽ പോസ്റ്റർ വന്ന സമയത്താണ് ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് അതിൽ ആ കടുവ ഇങ്ങനെ ഇരിക്കുന്നില്ലേ, ഞാനിങ്ങനെ പഴയ എൻ്റെ ഉള്ളിലെ ആ ഒരു ഇന്നർ ചൈൽഡ് ഉണർന്നു. ആ ഒരു കളറാണെങ്കിലും കളർ കോൺട്രാസ്റ്റ് ആണെങ്കിലും അതുപോലത്തെ ആ ഒരു പ്ലേസ്മെന്റ് ഓഫ് എല്ലാം, അതൊക്കെ നമുക്കൊരു കോമിക് ബുക്കിലെ ഒരു കാണുന്നത് പോലെ ഒരു ഫീലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന്, സംഘർഷഘടനയെക്കുറിച്ച്, അതിൻ്റെ ഒരു ചൈനീസ്, അതെ അതെ, ഇറ്റ്സ് കോൾഡ് സുങ്സുവിൻ്റെ സംഘർഷഘടന. സോ സംഘർഷഘടന ഇസ് എ ഫിലിം, അത് അഡാപ്റ്റഡ് ഫ്രം എ ബുക്കാണ്. സുങ്സു 3000 വർഷം മുമ്പ് എഴുതിയ ആർട്ട് ഓഫ് വാർ. അതിൻ്റെ മലയാളത്തിലൊക്കെ ആ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. യുദ്ധകല എന്നാണ് മലയാളത്തിൽ അതിൻ്റെ. അത് പല വെർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്, MBA-കാർക്കൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബുക്കിനെ നമ്മളൊന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ടീച്ചിങ്സുകളും ടാവോയിസം എന്ന് പറയുന്ന ഫിലോസഫിയൊക്കെ വെച്ചിട്ടുള്ളൊരു ബ്രേക്ക് ഡൗൺ ആണ്. അപ്പം പോസ്റ്റർ ഡിസൈൻ ഞാനാണ് ചെയ്തത് ബേസിക്കായിട്ട്. പക്ഷേ കുറേ കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ സംഘർഷഘടന ദി ആർട്ട് ഓഫ് വാർ ഡിസൈൻ ചെയ്തത് അരുൺ ചന്തുവാണ്, ഗഗൻചാരിയുടെ ഡയറക്ടർ. അപ്പം പുള്ളിക്ക് ഈ പഴയ ചൈനീസ് സംഭവം വേണം. അപ്പോൾ അത് പുള്ളി ജനറേറ്റ് ചെയ്തെടുത്ത ഇമേജാണ്. പുള്ളി ടൈഗർ ബാം വെച്ചിട്ടാണ് ജനറേറ്റ് ചെയ്തെടുത്തത്. ടൈഗർ ബാമിൻ്റെ കടുവ വെച്ചിട്ടാണ് പുള്ളി ജനറേറ്റ് ചെയ്തത്. പിന്നെ റെഡ്, അത് ഇറ്റ്സ് ടൈഗർ സ്റ്റാൻഡിങ് അഗൻസ്റ്റ് ദ സൺ. അതൊരു ജാപ്പനീസ് ഏഷ്യൻ ഇമേജാണ്. ഞാനതിൽ കുറേ കൂടെ ഈ റെഡുകൾ ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു ചൈനീസ് ജാപ്പനീസ് വോങ്കർ വോയിഷ് പരിപാടി ആയതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഗ്രാഫിക് ആർട്ട് മറ്റ് ചൈനീസ് ഒരു വേവ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് അതിൻ്റെ ഗ്രാഫിക് ആർട്ട്. ബേസിക് സ്കെച്ചിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 4 പോസ്റ്റർ ഇറങ്ങിയത് വിനീത് വിജയൻ എന്ന് പറയുന്നൊരു, സോ ഹി ഡ്രോസ് ഓഫ് മാർവൽ ആൻഡ് ഓൾ, നല്ല കോമിക് ബുക്ക് ആർട്ടിസ്റ്റാണ്. ആദ്യത്തെല്ലാം പുള്ളിയുടെ ഡിസൈനാണ്, ലേഔട്ടും ടെക്സ്റ്റും ഒക്കെ അങ്ങനെ കോമ്പിനേഷൻ വർക്കാണ്. പക്ഷേ ഒരു ഗ്രാഫിക് ഡിസൈൻ സെൻസിബിലിറ്റി വിഷൻ വൈസ് എനിക്ക് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും വന്ന് ചന്തുവും വിനീതും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ വന്നു. പിന്നെ ചൈനീസ് പോസ്റ്റേഴ്സും ചൈനീസ് ഇതൊക്കെ പോലെ തോന്നണമെന്നുള്ളൊരു, ബിക്കോസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ചൈനീസ് ബുക്ക്, അതുകൊണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ. പിന്നെ ഒരു ഐഡിയ ഇൻസ്പിറേഷനുണ്ട്, പീപ്പിൾ സ്റ്റെയറിങ് ഇൻ ടു ദ അറ്റ് യു എന്നൊക്കെ പറയുന്ന കുറേ സാധനം. അപ്പോൾ അവസാനം കണ്ട പോസ്റ്ററാണ് നിങ്ങൾ കണ്ടത്, ഒരു മരമൊക്കെ ഉള്ളത്. അത് വേറൊരു ചൈനീസ് ആർട്ടിസ്റ്റിൻ്റെ, അതിൻ്റെ മരം AI ജനറേറ്റഡ് ആണ്. അയാൾ ഇരിക്കുന്നത് നമ്മൾ തന്നെ ഇരുന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വരച്ചതേക്കുന്നതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ പല എലിമെൻറ്റ്സ് ചെയ്തേക്കുന്നത്. എനിക്ക് ആർട്ട് ആൻഡ് കൃഷാന്തിൻ്റെ ആർട്ട് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർട്ട് എവിടുന്നാണ്? ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നോ? ഞാൻ സ്കെച്ച് ചെയ്യാം. എൻ്റെ സിസ്റ്റർ വരയ്ക്കും, ഞാൻ വരയ്ക്കും, അച്ഛൻ സ്കെച്ച് ചെയ്യും. ആൻഡ് അമ്മ ഇസ് ലൈക്ക്, അമ്മ ഇതിനൊക്കെ നമുക്ക് അവസരം തരും. അമ്മ വരയ്ക്കത്തില്ല, പക്ഷേ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഒരുപാട് തരുമായിരുന്നു. അപ്പോൾ കൊച്ചിലെ മുതലേ വരയ്ക്കും. ഞാൻ സൂപ്പർമാനാണ് ആദ്യം വരച്ചു തുടങ്ങിയത്, പിന്നെ ഡൈനോസേഴ്സിനെ വരച്ചു തുടങ്ങി. അങ്ങനെ നൗ ഐ സ്കെച്ച്. ഞാൻ ഗ്രാഫിക് നോവൽസൊക്കെ, ഞാൻ ഇപ്പോൾ ഗ്രാഫിക് നോവലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാഫിക് ആർട്ട് ഈസ് സംതിങ് ദറ്റ്. പിന്നെ ഇപ്പോൾ ജനറേറ്റീവ് ഇമേജൊക്കെ വന്നപ്പോഴത്തേക്കും ദ പോസിബിലിറ്റി ഈസ് വെരി ഹൈ. പിന്നെ അല്ലാതെ പെയിൻറ്റ് ചെയ്യും, എൻ്റെ വൈഫ് വരയ്ക്കും. അപ്പോൾ വരപ്പ് ഉണ്ട്, സ്ക്രിബ്ലിങ്ങും സ്കെച്ചിങ്ങും പെയിൻറ്റിങ്ങും എല്ലാം ഉണ്ട്. അത് എത്ര ഹെൽപ്പ് ചെയ്യും ഒരു സ്റ്റോറി ബോർഡിനെ ആണെങ്കിലും ഫിലിം മേക്കിങ്ങിന്? ഇപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ്, ഞാൻ റീസെൻ്റ്ലി ബ്ലേഡ് റണ്ണറിൻ്റെ ഡയറക്ടർ ഉണ്ടല്ലോ, അയാളുടെ സ്റ്റോറി ബോർഡ്സും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിരുന്ന് സ്റ്റോറി ബോർഡ് ഓരോ സീൻ്റെ ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും എൻ്റെ ടീംമേറ്റ്സും പലരും ഞാൻ കുറച്ച് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുമുണ്ട്.
ഇത്രയൊന്നും വേണ്ട, കാരണം ചില സീൻസ് ഓവർ ദ ഷോൾഡറൊക്കെ വെച്ച് അടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും പീപ്പിൾ ലൈക്ക് ഹിം ദേ ഡ്രോ എവറിത്തിങ്, അവർ എല്ലാം വരയ്ക്കുന്നുണ്ട്. ലൈക്ക് ഈവൻ ജെയിംസ് ക്യാമറൂണിൻ്റെ മറ്റേ ആർട്ട് ഓഫ് ജെയിംസ് ക്യാമറൂൺ ബുക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് ഇമേജാണ് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് ഇത്. അപ്പോൾ ആ ഇമേജുള്ള ആൾക്കാർക്ക് ആ ഇമേജ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എളുപ്പമാണ്. പിന്നെ ഞാൻ ഷൂട്ടിന് ചെല്ലുമ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് ശബ്ദം കാണത്തില്ല, അല്ലെങ്കിൽ ഐ എം സോ ഫുൾ ഓഫ് തോട്ട് ദാറ്റ് എനിക്ക് ഭാഷയായിട്ട് ഈ തോട്ട് വരത്തില്ല. അപ്പം ഇമേജ് ഉണ്ടെങ്കിൽ ദിസ് ഇസ് ഹൗ ഐ വോണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരുവിധം പിന്നെ DOPsന് കിട്ടും, ആർട്ട് ഡയറക്ടറിന് കിട്ടും, ആർട്ടിസ്റ്റിന് കിട്ടും. ഇപ്പം ചില സ്കിൽഡ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. പിന്നെ ദിസ് ഈസ് മൈ സ്റ്റാർട്ടിങ് പോയിൻറ്റ്, പക്ഷേ ദിസ് ഈസ് നോട്ട് മൈ ഫൈനൽ പോയിൻറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷേ സ്റ്റോറി ബോർഡും ഇതൊക്കെ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന നിറയെ നല്ല ആർട്ടിസ്റ്റാണ്. ശേഖർ കപൂറൊക്കെ ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്ക് ഹി ഡി നോട്ട് ഈവൻ ഹാവ് എ സെൻസ് ഓഫ് വെയർ ടു പുട്ട് ദ ക്യാമറ, ബട്ട് ഹി മെയ്ഡ് എ ഫിലിം ലൈക്ക് മാസൂം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബേസിക് സിനിമ എന്ന് പറയുന്നതിൽ അത്ര ആവശ്യമുണ്ടോയെന്നൊന്നും എനിക്കറിയാം. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇറ്റ് മേക്സ് മീ ഫീൽ വെരി സേഫ്. ഭയങ്കര പേടി പറയും എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ ചെറുപ്പത്തിൽ ഒരു സ്കൂൾ ടൈം അപ്പോഴൊക്കെ കോമിക് ബുക്സ് ആണോ കൂടുതലുണ്ടായിരുന്നത്? ഇൻടു കോമിക്സ് ആണ്. ഗ്രാഫിക് നോവൽസ് എന്ത് സംഭവം എന്ന് വെച്ചാൽ കോമിക് ബുക്സ് സുമായി അമ്മ എന്നെ പബ്ലിക് ലൈബ്രറിയിൽ കൊണ്ടാക്കുമായിരുന്നു. അപ്പോൾ പബ്ലിക് ലൈബ്രറിയിൽ ആ സമയത്ത് സമ്മർ സ്കൂളുണ്ട്. അപ്പോൾ ഞാൻ വായിച്ച് തുടങ്ങിയപ്പോൾ ഈ ടിങ്കിൾ വായിച്ചിട്ടുണ്ട് കുറച്ച് കാലം. പിന്നെ അതല്ലാതെ ഇന്ദ്രജൽ കോമിക്സ് ഇറക്കിയ ഫാൻറ്റം, മാൻഡ്രേക്ക്, പിന്നെ ഇതൊന്നും അല്ലാതെ ബഹാദൂർ, നാഗരാജൊക്കെ ഉണ്ട്, പിന്നെ ചാച്ചാ ചൗധരി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു ഒരു സമയത്ത്. പിന്നെ ഫ്രം ദെയർ ആസ്ട്രിക്സ് ആൻഡ് ഒബ്ലിക്സും ടിൻടിനിലും എത്തി. അപ്പോൾ ആസ്ട്രിക്സ് ആൻഡ് ഒബ്ലിക്സും ടിൻടിനിലും എത്തിയപ്പോഴത്തേക്കും ഗ്രാഫിക് നോവൽസിൻ്റെ ഒരു ടിങ്കിളിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടെ രസമുണ്ട്. കാരണം ഇതിൻ്റെ നമുക്ക് ആൻറ്റിസിപ്പേഷനൊക്കെ കൂടും. മോറൽ ഓഫ് ദ സ്റ്റോറി അല്ലാത്തൊരു പരിപാടിയിൽ ചെന്നെത്തും. അതുപോലെ അവിടെ നിന്ന് ഐ ചാൻസ്ഡ് അപ്പോൺ ബാറ്റ്മാൻ. അപ്പോൾ ഗോതം കോമിക്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയാണ് ഹു ബോട്ട് DC ടു കേരള. അപ്പോൾ ഗോതം കോമിക്സ് 20 രൂപയ്ക്ക് കോമിക്സ് ഇറക്കി തുടങ്ങി. അപ്പം ഗോതം കളക്ട് ചെയ്ത് കോമിക്സ് കളക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ബാറ്റ്മാനായിട്ട് യൂസ് ടു ആയി. സൂപ്പർമാനൊക്കെ ലൈക്ക് ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് ഹോൾമാർക്ക് എന്ന് പറയുന്ന കടയിൽ നിന്നൊരു സൂപ്പർമാൻ കോമിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ TV സൂപ്പർമാൻ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കോമിക്കിൽ ഹി ഹാഡ് ബിയേർഡ്, പിന്നെ പുള്ളിയുടെ ഡ്രസ്സൊക്കെ കീറും. TV സൂപ്പർമാനിൽ അയാളുടെ തുണിയൊന്നും കീറത്തില്ല. അപ്പം ദാറ്റ് ഈസ് റിയലി ഭയങ്കര റിയലിസ്റ്റിക്കാണ്. എന്ന് വെച്ചാൽ സൂപ്പർമാൻ ഏലിയനാണ്, പവറൊക്കെ ഉണ്ടെങ്കിൽ ഇടിയൊക്കെ കിട്ടുമ്പോഴത്തേക്കും മുറിയുന്നു, ഡ്രസ്സ് കീറുന്നു. അതെ താടിയൊക്കെ ഉള്ള സൂപ്പർമാൻ എന്നൊക്കെ. അപ്പോൾ അത് UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പട്ടത്തെ ഹോൾമാർക്ക് എന്ന് പറയുന്നൊരു കടയുണ്ട്, അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ യൂസ് ടു സ്കെച്ച് ഓൾ ദിസ്. എൻ്റെ ചേച്ചി എനിക്ക് സൂപ്പർമാൻ വരച്ച് തരും, ആൻഡ് ഐ സ്കെച്ച് ഓവർ ദാറ്റ്. കോമിക്സ് കുറേ ഇത് കഴിഞ്ഞ് വൺ സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്കും DCയും മാർവൽ. അപ്പോൾ മാർവൽ എനിക്ക് ഭയങ്കര ഐ വാസ് നോട്ട് അട്രാക്റ്റഡ് ടു മാർവൽ അറ്റ് ഓൾ ടിൽ അയൺമാൻ്റെ അൺകാനി എക്സ്മാൻ വന്നപ്പോഴത്തേക്കാണ് മാർവലിൻ്റെ അടുത്ത് ഇച്ചിരിയെങ്കിലും ഒരു എന്ന് വെച്ചാൽ കോമിക് അൺകാനി എക്സ്മാൻ വന്നപ്പോൾ ഒരു കുഴപ്പമില്ല. ഇവർ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പൈഡർമാൻ്റെ ഒരു ഇന്ത്യൻ വെർഷൻ വന്നത്, ജീവൻ J. കാങ്ങിൻ്റെ പവിത്ര പ്രഭാകർ, മീര ജെയിൻ, ഒരു ഇന്ത്യൻ സ്പൈഡർമാൻ. അത് വന്നപ്പോഴത്തേക്കും സ്പൈഡർമാൻ്റെ അടുത്തൊക്കെ ഇത് വന്നു. ദെൻ +1 +2 ചാൻസ്ഡ് അപ്പോൺ സിൻ സിറ്റി കോമിക്ക് ചാൻസ് അപ്പോൺ ചെയ്തു. ആൻഡ് സിൻ സിറ്റിയുടെ ക്രിയേറ്ററിൻ്റെ തന്നെ ഡെയർ ഡെവിൾ ഇത് ചെയ്തു. പക്ഷെ അതൊന്നും ഈ കോമിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം 1000 രൂപ 1200 രൂപയാണ്. ഇപ്പോഴും ഇതിൻ്റെ വില 1400 1600 ആണ്. അന്ന് 600 700 അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബാംഗ്ലൂരൊക്കെ ബിടെക് കഴിഞ്ഞിട്ട് ഞാൻ ലാൻഡ്മാർക്കിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് വായിച്ച് വരച്ചൊക്കെ എടുക്കും, ഫോട്ടോയൊക്കെ എടുക്കും, അങ്ങനെ ചെയ്തു. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് കളക്ടിങ് ഗ്രാഫിക് നോവൽസ്. വെൻ ഐ വെൻറ്റ് ടു IDC IIT ബോംബെയിൽ പഠിക്കാൻ പോയപ്പോഴത്തേക്കും ഈ ഈ ഈ കോസ്റ്റ്യൂം വെയറിങ് സൂപ്പർ ഹീറോസ് അല്ലാത്ത കോമിക്ക്, ഹരപ്പ ഫയൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹഷ് എന്ന് പറയുന്ന പ്രതീകിൻ്റെ ഇവരുടെ കോമിക്സ്, അല്ലെങ്കിൽ ജെറുസലേം എന്നൊക്കെ പറയുന്ന പാലസ്തീനുണ്ട്, ജെറുസലേമുണ്ട്, ജോ സാക്കോയുടെ കോമിക് ബുക്സ്, സൂപ്പർ ഹീറോസ് തന്നെ വാച്ച്മെൻ, അങ്ങനെയുള്ള അടുത്ത സ്റ്റേജിലോട്ട് വിച്ച് ആർ ലിറ്ററേച്ചർ ബട്ട് ദേ ആർ ലിറ്ററേച്ചർ വിത്ത് വിഷ്വൽസ് എന്ന്. അങ്ങനെ പതുക്കെ അപ്പം വീണ്ടും ഞാൻ മാർവലിൻ്റെയും ഒരു നല്ല സ്റ്റേജ് വീണ്ടും വന്നത്. അതായത് മാർവൽ ഫിലിംസും ഇറങ്ങാൻ തുടങ്ങി, മാർവൽ കോമിക്സും
ഡെയർ ഡെവിളും എൻ്റെയൊക്കെ പുതിയ വെർഷൻസൊക്കെ വന്നെല്ലാം വായിച്ചു. മൾട്ടിവേഴ്സിൻ്റെ ഈ ഭ്രാന്ത് തുടങ്ങുന്നതിന് മുമ്പുള്ള മാർവൽ കോമിക്സാണ്. സിനിമയിൽ മൾട്ടിവേഴ്സ് വന്നപ്പോഴും മാർവലിന് ഒരു പ്രശ്നമായല്ലോ. അത് എന്ത് സംഭവിക്കാന്നുള്ള സാധനം വന്നു കോമിക്കിലുണ്ട്. പിന്നെ ഓൾസോ ഇമേജ് കോമിക്സിൻ്റെ വർക്കുകൾ ദേ ആർ റിയലി റിയലി ഗുഡ്. ഇമേജ് കോമിക്സ്, പിന്നെ അതുപോലെ ജസ്റ്റിസ് ലീഗ് ഡാർക്കൊക്കെ ഉണ്ട്. അത് DC തന്നെ ഈ ഹെൽ ബ്ലേസർ ഒക്കെ, കോൺസ്റ്റൻറ്റീൻ, പിന്നെ അത് സാൻഡ്മാനൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കോമിക് ബുക്കിൻ്റെ പോസിബിലിറ്റീസിൻ്റെ മായാലോകം. നീൽ ഗെയിൽമാനൊക്കെ എഴുതുന്നകത്ത് നീൽ ഗെയിൽമാനെ പോലത്തെ ആൾക്കാരും, പിന്നെ 100 Bullets ബ്രാൻ അസാറല്ലോടെ. അപ്പോൾ അങ്ങനെ വായിച്ചു. ഇപ്പം ഞാൻ കുറച്ചുകൂടെ ലിറ്ററേച്ചർ കലർന്ന ഗ്രാഫിക് നോവൽസാണ് ഇപ്പോൾ. ദ ഡാർക്ക് ഹൗസ് ഓൺ ദ ലേക്ക്, ടോക്കിയോ ഗോൾ, ഡിസെൻഡർ. ഇപ്പം ഞാൻ അങ്ങനത്തെ കുറച്ചുകൂടെ ഇമേജും ടെക്സ്റ്റും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് വായിക്കുന്നത്. ഇപ്പം എന്നാലും ഞാൻ ഈ ബാറ്റ്മാൻ ഇയർ 1 വീണ്ടും കളക്ടേഴ്സ് ആയിട്ട് വായിക്കുക. വി ഫോർ വെൻഡറ്റയൊക്കെ പൈസ ഇപ്പോൾ സിനിമയ്ക്ക് ഇടയ്ക്ക് ഇച്ചിരി ഫണ്ടൊക്കെ കിട്ടുമ്പോൾ ലൈക്ക് ഐ ഓൾവേസ് വാണ്ടഡ് ടു ഓൺ എ വി ഫോർ വെൻഡറ്റ ഹാർഡ് കവർ. ദാറ്റ്സ് 5,000-6,000 rupees. അല്ലെങ്കിൽ ഐ വാണ്ടഡ് ടു ഹാവ് ഈ ബിഫോർ വാച്ച്മാൻ എന്നൊക്കെ പറഞ്ഞ് വാച്ച്മാൻ കഴിഞ്ഞിട്ട് 2-3 ബ്രയൻ അസറല്ല അത് റൈറ്ററിൻ്റെ അവരുടെ അതൊക്കെ എനിക്ക് വായിക്കാൻ ഇപ്പം ഞാൻ അതൊക്കെ വായിക്കുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ പിന്നെ കിൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോക്കിയോ ഗോളൊക്കെ ഞാൻ കിൻഡിൽ നിന്നാണ് വായിക്കുന്നത്. കാരണം ടോക്കിയോ ഗോളിൻ്റെ ഒക്കെ സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടുന്നില്ല. പിന്നെ പണ്ട് ജീവൻ ജയിക്കാൻ ആ സമയത്തുള്ള വായിച്ച് കളഞ്ഞ ചെറിയ ഗ്രാഫിക് നോവൽസൊക്കെ ഇപ്പം ഹാർഡ് വോളിയൂംസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ DC, മാർവലും. പിന്നെ ഇതല്ലാതെ എനിക്ക് മാങ്ക കോമിക്സ് വായിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ അത് കഴിഞ്ഞൊരു 5 years പോസ്റ്റ് IIT, പോസ്റ്റ് മാരേജൊക്കെ ഞാൻ പതുക്കെ ഇപ്പോൾ ബ്ലെയിം വായിച്ചു, നറൂട്ടോ വായിച്ചു. പിന്നെ ചെയിൻസോ മാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. അപ്പം ചെയിൻസോ മാൻ ഞാൻ ഇപ്പോൾ കളക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു പൈസ കുറച്ച് ഇറക്കി. അങ്ങനെ ഗ്രാഫിക് നോവൽസ് കുറച്ച് ഇൻഫ്ലുവൻഷ്യലാണ്. പാനൽ ആർട്ടും. ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി എ ഗ്രാഫിക് നോവൽ ആർട്ടിസ്റ്റ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പം ഞാൻ ഒരു ഗ്രാഫിക് നോവൽ പാനലായിട്ട് തംബ്നെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് ചിലപ്പോൾ ഉടനെ ഉണ്ടാവും. ഇല്ല അത് അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് സിനിമ എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു മീഡിയ ആയിട്ട് തോന്നി. അപ്പം ഗ്രാഫിക് നോവൽ ആ ഇമേജ് കമ്മ്യൂണിക്കേഷനും എല്ലാം പാനൽ ടു പാനൽ മൂവ്മെൻറ്റ്, റീഡബിലിറ്റി, ടെക്സ്റ്റ്, ഇമോഷൻ എല്ലാം കുറച്ചുകൂടെ ടഫാണ്. യു ഹാവ് ജസ്റ്റ് 1 page, യു ഡോണ്ട് ഹാവ് സൗണ്ടും ഒന്നുമില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. വർക്കായില്ലെങ്കിൽ മറ്റേ മ്യൂസിക് ഇട്ട് ഫലിപ്പിക്കാൻ പറ്റത്തില്ല. എഴുതി കാണിച്ചു. സോ യു സീ ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻ മൈ ഫിലിംസ്. ഓൾ ദി ഫിലിംസ് പാനൽസും ഇതെല്ലാം ഗ്രാഫിക് നോവൽസിൻ്റെ ഒക്കെ ഒരു ഇത് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൊച്ചിലെ മുതലേ ഇതിനെ ഫോളോ ചെയ്ത് വന്നു. ആരും ചോദിച്ചിട്ടില്ല. അക്കാഡമിക്സിലും ഐ ഹവ് ഡൺ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഗ്രാഫിക് നോവൽസിൻ്റെ മെയിൻ സംബന്ധിച്ച് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പോസിബിലിറ്റി ഉള്ള സാധനങ്ങൾ ഗ്രാഫിക് നോവലാണ്. കാരണം ഇമേജും ടെക്സ്റ്റും പേജും ഇതും വെച്ചൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറേ ഇമേജസ് ഒത്തു വന്നാൽ, അല്ലെങ്കിൽ കുറേ ഇപ്പം കെയോസ് കൂടിക്കഴിഞ്ഞാൽ പോസ് പാനൽസ് കൊടുക്കണം, സൈലൻറ്റ് പാനൽസ് കൊടുക്കണം, ഫുൾ പേജ് സ്പ്രെഡ് വെയർ ദർ ഇസ് നത്തിങ് ജസ്റ്റ് എ സിമ്പിൾ ഇമേജ് വിത്ത് മൾട്ടി സാധനങ്ങളില്ലാതെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ്റെ ഒരു ഭയങ്കര സാധ്യത ഗ്രാഫിക് നോവൽസിൽ കിടപ്പുണ്ട്. അത് ഇൻഫോഗ്രാഫിക്സിനെ കാട്ടും ടഫാണ് ഗ്രാഫിക് നോവൽസിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ ഗ്രാഫിക് നോവൽ ആർട്ടിസ്റ്റൊന്നും ഇത് ഇത്രയും ചിന്തിക്കുന്നൊന്നുമില്ല. അപ്പം ചിലർക്കത് നാച്ചുറലായിട്ട് കിട്ടും. പക്ഷെ എനിക്കത് ഭയങ്കര പഠിക്കുന്ന സമയത്തും ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജാണ്. നമ്മൾ പണ്ടൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ചും കൂടി അവൈലബിൾ ആയിരുന്നു. നമ്മളൊക്കെ കുറച്ചും കൂടി വായിക്കുന്ന ആ ഒരു എന്താ പറയുക ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ഡിജിറ്റലാണ്. അപ്പോൾ കുട്ടികളാണെങ്കിലും എല്ലാവരും കുറച്ചും കൂടി ഡിജിറ്റലി ആണ് അവർ കുറച്ചും കൂടി ആക്സസിബിൾ അവർക്ക് അതാണ്. അപ്പം നമ്മളിപ്പം ഈ ചെയ്യുന്നതെല്ലാം നമുക്ക് ഡിജിറ്റലിയും അവൈലബിൾ ആവുന്ന രീതിയിലാണോ? അപ്പോൾ കുറച്ചും കൂടി ഈ പറയുന്ന പോലെ AI ആണെങ്കിലും ഇതിൻ്റെ ഒക്കെ ഒരു അഡ്വാൻറ്റേജ് എടുത്തിട്ട് അതെ എല്ലാം ലൈക്ക് ഐ തിങ്ക് നമുക്ക് പുസ്തകം ഇരുന്ന് വായിക്കണമെന്നൊക്കെ പറയുന്ന നിയമമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകം ഇല്ലാത്ത സമയത്ത് കല്ലൊക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ആൾക്കാർ അത് അപ്പം പക്ഷേ ബുക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഗ്രാഫിക് നോവലാണെങ്കിലും ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇമാജിനേഷൻ എന്ന് പറയുന്നതിന് ഭയങ്കര
യു ആർ സ്കൈ ഈസ് ദ ലിമിറ്റ് ഫോർ യുവർ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഇത് ഇമേജ് ആറ്റ് ടാബിലും ഇതിലൊക്കെ വരുമ്പോഴത്തേക്കും സഡൻലി ഇതിൻ്റെ ഒരു ഇമാജിനേഷൻ ഒരു പെർട്ടിക്കുലർ രീതിയിൽ, ഇപ്പോൾ മോഷൻ കോമിക്സ് ഒക്കെ ഉണ്ട്, ഭയങ്കര പോപ്പുലറാണ് കുറേയൊക്കെ. വാച്ച്മെൻ്റെ 10-12 എപ്പിസോഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിത്ത് സൗണ്ടും എല്ലാം ഉണ്ട്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോർ യു ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് സൗണ്ട്, മ്യൂസിക് ആൻഡ് വോയിസ്, നമ്മുടെ മൈൻഡിൽ ഇതിൻ്റെ ഫോം കൂടി വരും. അപ്പോൾ ഇതിന് ഒരു ആബ്സ്ട്രാക്ഷൻ ഇല്ലാതെ, അപ്പോൾ ആബ്സ്ട്രാക്ഷൻ ഇല്ലാതെ ആകുമ്പോഴത്തേക്കും ഇമാജിനേഷൻ ഭയങ്കരമായിട്ട് കുറയുന്നില്ല. അത് കുറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇമാജിനേഷൻ വേണമെന്നുള്ളവർക്ക് മതി ഇമാജിനേഷൻ, അല്ലാത്തവർക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ഇമാജിനേഷൻ ഒന്നും വേണ്ട. എന്നുവെച്ചാൽ ഒരു ഫുട് പ്രിൻറ്റ് കണ്ടിട്ട് അത് കടുവയുടെ ആണെന്ന് ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ. അത് അപ്പോൾ നമുക്ക് ആ ഭയങ്കര ഇമാജിനേഷൻ്റെ സാധ്യതകളൊക്കെ കോമൺ മാന് കുറവാണ്. അപ്പോൾ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. യെസ്. അതിനുശേഷം ഇപ്പം അക്കാദമിക്സ് നോക്കുകയാണെങ്കിൽ ഡിഗ്രി ചെയ്തിട്ടുള്ളത് ബിടെക് ബയോടെക് ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗിലാണ് ചെയ്തത്. സോ ഐ വാസ് വെരി ഗുഡ് വിത്ത് ബയോളജി. അപ്പം ബയോളജി എനിക്ക് ഇഷ്ടപ്പെട്ട് അതെ ചൂസ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് MBBS കിട്ടിയില്ല. അപ്പം MBBS പോലെയുള്ള ഒരു സാധനം നോക്കുമ്പോഴത്തേക്കും ബയോടെക് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ബയോടെക്കിൽ ചേർന്നു. ആൻഡ് ഐ റിയലി ലവ്ഡ് ദ ഹോൾ കോഴ്സ്. എനിക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. എന്നാലും വെൻ ഐ ലുക്ക് ബാക്ക് ഇറ്റ് ഹാസ് ആഡഡ് എ ലോട്ട് ഓഫ് വാല്യൂ ടു ദ വേ ഐ തിങ്ക്. എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് ലിമിറ്റഡ് ബൈ ടെക്നോളജി, യു ആർ നോട്ട് ലിമിറ്റഡ് ആൻഡ് യു ആർ വിത്ത് ആർട്ട് പീപ്പിൾ. ആ ഒരു BFAയിലൊക്കെ പോകുമ്പോഴത്തേക്കും, കേരളത്തിലല്ല ഞാൻ പറയുന്നത്, പൊതുവേ BFAയിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു 3-4 യു ആർ ട്രൈങ് ടു എക്സ്പ്ലോർ വാട്ട് ഈസ് ഇൻസൈഡ് യു ആൻഡ് ഹൗ യു റിയാക്ട് ടു സർട്ടൻ ഇമേജസ്. പക്ഷേ വെൻ യു വർക്ക് ഇൻ എഞ്ചിനീയറിംഗ് യു ആർ ഓൾവേസ് ട്രൈങ് ടു ഫൈൻഡ് സോഴ്സസ് ഫ്രം ദി എക്സ്റ്റീരിയർ ആൻഡ് ബ്രിങ് എ ഗ്രൂപ്പ് ടുഗദർ ആൻഡ് സോൾവ്. അപ്പോൾ എഞ്ചിനീയേഴ്സിന് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്, അല്ലാതെ സെൽഫ് റിഫ്ലക്ഷനും ഇൻറ്റേർണൽ ഡിസ്കവറിയും ഒന്നും അല്ല. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് മെൻറ്റാലിറ്റിയും വെച്ചിട്ട് എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എക്സ്പ്ലോറേഷൻ്റെ കൂടെ തന്നെ ടീം ബിൽഡിംഗ് സ്ട്രാറ്റജീസും ടെക്നോളജി ആയിട്ടുള്ള ഇൻ്റർഫേസും ഒക്കെ കൂടും. അപ്പോൾ എനിക്കത് ഭയങ്കര പോസിറ്റീവായിട്ടാണ്. ക്രിയേറ്റീവ് സ്പേസിനെ ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യും, എംപവർ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഡാലി മിഡ് ജേർണി ഒക്കെ 3 years ഐ എം യൂസിങ് ഇറ്റ് എവ്രിവെയർ, ലൈക്ക് എവ്രിവെയർ ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വരയ്ക്കും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ ദ ലീഗൽ പാർട്ട് ഓഫ് AI ഈസ് മെസ്ഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് ആൾക്കാരിൽ നിന്ന് റൈറ്റ്സ് ഒന്നും എടുക്കാതെയൊക്കെ കുറേ സ്റ്റൈൽസൊക്കെ കോപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒരു സൈഡിൽ കൂടെ പോട്ടെ. അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് റോങ് തന്നെയാണ്. ഇറ്റ്സ് ലൈക്ക് ഇപ്പം മ്യൂസിക്കൊക്കെ സ്റ്റൈൽസുകളും അതൊക്കെ പല സ്ഥലത്തുനിന്നും കോപ്പിയൊക്കെ ചെയ്യുന്നു. പക്ഷേ ആർട്ട് വർക്ക് ഈസ് ബിക്കമിങ് ഡെമോക്രാറ്റിക് ഫോർ മീ. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു സ്റ്റൈൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിലോ ഒരു ഇമേജ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിലോ അതെനിക്ക് 800 രൂപ കൊടുത്തു കഴിഞ്ഞാലോ ഫ്രീ ആയിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. പണ്ടൊരു കോൺസെപ്റ്റ് ആർട്ടിസ്റ്റിന് നമ്മൾ 5000 രൂപ കൊടുക്കണം. അപ്പോൾ കോൺസെപ്റ്റ് ആർട്ടിസ്റ്റിൻ്റെ സ്കില്ല്, ഇപ്പോൾ കോൺസെപ്റ്റ് ആർട്ടിസ്റ്റിന് ജോലി പോയി എന്നുള്ളൊരു ട്രൂത്തുണ്ട്. പക്ഷേ അങ്ങനെ ജോലി പോയാണ് മനുഷ്യൻ മുന്നോട്ട് ഏറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു പിക്ചറിൽ ഇങ്ങനത്തെ ജോലി, സംവിധായകരുടെ ജോലിയും പോവും, ടീച്ചർമാരുടെ ജോലിയും പോവും, മദർ ഫാദർ ഈ ജോലിയും പോവും. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് നമ്മുടെ ടെക്നോളജി നമ്മുടെ ലൈഫ് ബെറ്ററാക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും പല തൊഴിലുകളും ഇല്ലാതെയാകും, ഇല്ലാതാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്ഡൊക്കെ റോബോട്ടാവും, അത് ആയി തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജോലി പോകുമെന്ന് പറഞ്ഞാലും സാധ്യത ഈസ് അനന്തം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻജിനീയറിംഗ് വൈസ് ഇതൊക്കെ അബ്സോർബ് ചെയ്യാനും ഓപ്പണായിട്ടിരിക്കാനും ഒക്കെ ഭയങ്കര സാധിച്ചിട്ടുണ്ടെന്ന്. ഈ ബയോ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ബയോ ടെക്നോളജി, ബയോകെമിക്കൽ, ബയോളജി. I am fascinated by this random chemicals in the universe coming together to make things that are trying to understand themselves and trying to understand their place and who can actually create art എന്നൊക്കെ പറയുന്ന, അതുപോലെ തന്നെ ജന്തുക്കളൊക്കെ ഉണ്ടാകുന്നതും ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു മാജിക്കാണ് ബയോളജി. എന്ന് വെച്ചാൽ ദൈവം ഇല്ലെന്ന്
വിശ്വസിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ബയോളജി പിന്നെ ഭയങ്കര രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവല്യൂഷനും ഈ കെമിക്കൽസ് എല്ലാം കൂടെയൊക്കെ ഒത്തു വന്നിട്ട് ഇത് ചിന്തിക്കുന്ന ഒരു സാധനം, ഇതിന് ചെവി കേൾക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് മാജിക്കൽ. ഇറ്റ്സ് നോട്ട് ഈസിലി ഡൈജസ്റ്റബിൾ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫങ്ഷനിങ്ങും ഒരു എക്കോ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ് പോലെയാണ് ഒരു ബോഡിയുടെ ഫങ്ഷനിങ്, അതുപോലെ തന്നെയാണ് ഒരു സൊസൈറ്റിയുടെ ഫങ്ഷനിങ്. അത് ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ഐ എം വെരി ഈഗർ ടു അണ്ടർസ്റ്റാൻഡ് ഫർദർ ആൻഡ് എക്സ്പ്ലോർ. എന്ന് വെച്ചാൽ പല ലേണിങ്സ് ഉണ്ട്. ഡാർവിൻ്റെ ഇത് പറയും, ഡാർവിൻ റോങ് ആണെന്ന് കുറച്ച് പേര് പറയും, എർത്ത് ഫ്ലാറ്റ് ആണെന്ന് കുറച്ച് പേര് പറയും, അവരെന്തിനങ്ങനെ പറയുന്നു, പക്ഷേ അവർ പറയും അത്. അപ്പോൾ ഈ പല ലേണിങ്സും ഇപ്പം പോസ്റ്റ് ഹ്യൂമനിസവും പോസ്റ്റ് ആനിമലിസവും ഒക്കെ വരുന്നതിൻ്റെ ഈ ലേണിങ്ങുകൾ ഉണ്ടാക്കുന്ന കെമിക്കൽസാണ് ജന്തുക്കളും മനുഷ്യരും എന്നൊക്കെ പറയുന്നത് ഭയങ്കര മാജിക്കാണ്. അപ്പോൾ അതിനെ ഐ എം വെരി ഫാസിനേറ്റഡ് ബൈ ദിസ് ഹോൾ ലൈഫ് എന്ന് പറയുന്ന പരിപാടി. ലൈഫിനെ പറ്റി ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്ന ഈ ആദ്യം തൊട്ടുള്ള യൂട്യൂബ് ചാനൽ മുതൽ ഇങ്ങോട്ട് അതിലേക്കുള്ള സ്നിപ്പെറ്റ്സ് തൊട്ട് ഇങ്ങോട്ട് ഈ ഡെത്ത് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട്, ഡെത്ത് ഓർ ബോഡീസിനെ കാണുന്നത്, സോംബീസ്. I made my first short film on zombie. അതിൽ ഈ പുരുഷപ്രേതത്തിൽ ഒരു സീനിൽ ഇല്ലേ ഇങ്ങനെ മരത്തിന്റെ മുകളിലുള്ള, ഐ ഗസ് അതുപോലെ ഒരു സിമിലർ ഈ സോംബിയിലും ഈ പറയുന്ന പോലെ ഇങ്ങനെ അല്ലല്ലേ ഡെത്തിന് ഒരു പേടിയെ കോപ്പ് ചെയ്യുന്ന. അതായത് ആസ് എ ചൈൽഡ് ഐ വാസ് പ്രിവിലേജ് നോട്ട് ടു വിസിറ്റ് ടു മെനി ഡെത്ത്സ്. എൻ്റെ അമ്മയൊക്കെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ അപ്പം മരിച്ച ഒരു ഡെത്ത് അല്ലാതെ വേറോ ഡെത്തിന്, പിന്നെ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തൊരാൾ തൂങ്ങിച്ചത്തപ്പം അവിടെ മന്ത്രം ജപിക്കുന്ന കേട്ടല്ലാതെ ഐ വാസ് നോട്ട് എക്സ്പോസ് ടു പീപ്പിൾ ഡൈയിങ്. ഇറ്റ്സ് ഓൺലി ആഫ്റ്റർ +2 ദാറ്റ് ഐ സ്റ്റാർട്ടഡ് സീയിങ് ഡെത്ത് റിച്വൽസും ഫ്യൂണറലും ഒക്കെ കണ്ടു തുടങ്ങിയത്. അപ്പം വൃത്താകൃതി എത്തിയപ്പോഴത്തേക്കും ഒക്കെ ഞാൻ അതിൻ്റെ ഫാസിനേഷനെക്കാട്ടും കൂടുതൽ എൻ്റെ ഫിയറാണ് ഓഫ് ലൂസിങ് പീപ്പിളും ഓഫ് ദ പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ആഫ്റ്റർ ഡെത്തും ഒക്കെ വന്നേക്കുന്നത്. പുരുഷപ്രേതം ഈസ് മൈ റൈറ്റേഴ്സ് വർക്ക്, അജിത്തിൻ്റെ വർക്കാണ്. ഞാൻ അതിൻ്റെ അകത്തൊരു ഡയറക്ടറായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം അജിത്തിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫും അതിൻ്റെ സിഗ്നിഫിക്കൻസും ഒക്കെയാണ് പുരുഷപ്രേതം വന്നേക്കുന്നത്. പക്ഷെ ഞാനത് കപ്പിൾ ചെയ്യാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വോണ്ട് ടു മേക്ക് എ ട്രിലജി ഓൺ ഡെത്ത്. അപ്പോൾ വൃത്താകൃതിയുണ്ട്, പുരുഷപ്രേതമുണ്ട്, ഇനി ഒരെണ്ണം കൂടെ കാണും. അപ്പം ഇത് ഡെത്തിൻ്റെ ബോഡിയുടെയൊക്കെ പല അവസ്ഥകളും സമൂഹത്തിൽ ഇതിൻ്റെ ഒരു ഇതൊക്കെയാണ്. പിന്നെ ഭയങ്കര മരണഭയമുള്ള ആളാണ്. പ്രേതത്തിന് പേടി, എനിക്ക് പ്രേതത്തിന് വിശ്വാസമില്ലെങ്കിലും ഞാൻ ഒരു ഇന്റർവ്യൂല് ഞാനിങ്ങനെ കണ്ടു, എനിക്ക് പ്രേതത്തിന് വിശ്വാസമില്ല. പക്ഷേ എന്തുവാ നമുക്ക് ഉണ്ടാക്കി തന്നൊരു ഇമേജ് എപ്പോഴോ. അതെ പേടി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സ്റ്റാർട്ട് പുട്ടിങ് വാല്യൂസ് ഇൻ ടു ഇപ്പോൾ ഇമാജിനേഷൻ ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ഞാൻ ടെറസിൽ പോയി നിൽക്കുകയാണ്, അപ്പോൾ ഞാനിങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ബാക്കിലൊരു ലേഡി വന്ന് നിന്നാലോ രസമായിരിക്കും, അതൊരു പ്രേതമാണെങ്കിലോ രസമായിരിക്കും. വെള്ളസാരി വേണ്ട, അത് ഫുള്ളായിട്ടൊരു ട്രാൻസ്പെറൻറ്റ് ബോഡിയൊക്കെ, അതിനൊരു ആണിൻ്റെ മുഖമാണെങ്കിൽ അങ്ങനെ ബിൽഡ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് പേടിക്കും. അപ്പോൾ ഇത് ഞാൻ തന്നെ ഇതിന് ആണിൻ്റെ മുഖമാണെങ്കിലോ അതിനിങ്ങനെയാണെങ്കിലോ, ഇപ്പോൾ ഇതിന് ഇമേജിന് ഡാറ്റ കൊടുത്തത് ഇമാജിനേഷൻ ഇങ്ങനെ ചെയ്ത് അപ്പോൾ ഇത് പലപ്പോഴും ഭയങ്കര ബാഡാവാറുണ്ട്. ഒരു ചുമ്മാ ഒന്നും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ഇതിനെ അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കും. അപ്പോൾ ഞാൻ മാക്സിമം ഹൊറർ പരിപാടികളൊന്നും കാണത്തുമില്ല, ചെയ്യത്തുമില്ല, അതിൽ നിന്നൊക്കെ മാറി എനിക്ക്. ഞാൻ ഹൊറർ ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ലോങ് ലെഗ്സ് ഞാൻ 3 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് വെച്ചാൽ കാണുന്നത്, അല്ലാതെ ഞാൻ കാണത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഒരു സൈക്കോളജിക്കൽ ഡീഗ്രേഡറിൻ്റെ മൂഡ് താങ്ങണ്ട. ഭ്രമയുഗമാണെങ്കിൽ ഞാനൊരു 10 മിനിറ്റ്സ് 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് എന്ന് വെച്ചാൽ എനിക്കറിയാം ഭ്രമയുഗം അവസാനം പേടിയാവത്തില്ല എന്ന്. പക്ഷേ സ്റ്റിൽ ഇതിലെ ശബ്ദങ്ങളും ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മൈൻഡ് എന്തെങ്കിലുമൊക്കെ വെറുതെ പേടിക്കേണ്ടതെന്ന് വിചാരിച്ച് അങ്ങനെ പേടി കാര്യങ്ങളധികം ചെയ്യാറില്ല. അഡ്രിനാലിൻ റഷൊക്കെയാണ്. പക്ഷേ ഈ പ്രേതം എന്നാൽ പ്രേതത്തിന് പേടിയുണ്ടെന്ന് വെച്ചാൽ ഇപ്പം ശ്മശാനത്തിൽ പോയി രാത്രി ഇരിക്കാൻ പറഞ്ഞാൽ പേടിയില്ല. പക്ഷേ ആലോചിച്ചതിനെ ഓവർ തിങ്ക് ചെയ്ത് പേടി വരുത്താൻ പറ്റും. അപ്പം ഭയങ്കര പേടി. അപ്പോൾ ഈ സോളോ അപ്പോൾ IIT-യിലാണ് പഠിച്ചത്, അവിടെ നിന്നൊക്കെ പോയിട്ടുള്ള ട്രാവലൊക്കെ അത് ആ സമയത്ത് പേടി ഈ സോളോ പോകുമ്പോഴത്തേക്കും ഇതർ മണി കാണത്തില്ല, അല്ലെങ്കിൽ യു ആർ ലോട്ട് ഓഫ് കൺസ്ട്രെയിൻസ് ഒക്കെ കാണും. അപ്പോൾ നമ്മൾ റൂമിലെത്തുമ്പോൾ തളർന്നു പോകും.
പിന്നെ അപ്പോൾ പേടി എനിക്ക് ഈ കള്ളന്മാരായിരുന്നു പേടി. എന്ന് വെച്ചാൽ നമ്മൾ കൊന്നിട്ട് സാധനം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരെയായിരുന്നു പേടിയെന്ന്. അത് ഭയങ്കരമായിട്ട് മഗ് ചെയ്യുന്ന ആൾക്കാരും ബുള്ളി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഐ ഹാഡ് എ ബാഡ് എക്സ്പീരിയൻസ് ഓൾസോ ഒരു പ്രാവശ്യം ഇൻഡോറിൽ. അപ്പം ഞാൻ അങ്ങനത്തെ ട്രാവലിംഗ് ഒക്കെ ഫുള്ളായിട്ട് നിർത്തിയത്. അപ്പോൾ പേടി വരുമെന്ന് ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ചെന്ന് ഞാൻ ഒരു ടെമ്പിളിൽ ഒരു ദിവസം രാത്രി ട്രാവൽ ചെയ്ത് വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ടെമ്പിളിൻ്റെ അകത്ത് നിന്ന് കുറേ നേരം കഴിഞ്ഞ് ഫസ്റ്റ് ഇതൊന്നും വലിച്ചിട്ടൊന്നുമല്ല കേട്ടോ പേടി വന്നു, അല്ലെങ്കിൽ ഒന്നും കുടിച്ചിട്ടൊന്നുമല്ല പേടി വന്ന്. ലൈക്ക് ചുമ്മാ ഇരുന്നിട്ട് ആലോചിക്കുമ്പോഴത്തേക്ക് ഇവിടെ ദെൻ യു സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് എ സ്റ്റോറി, ബിൽഡിങ് തിങ്സ് ആൻഡ് ഇമേജിനെ പതുക്കെ പോപ്പുലേറ്റ് ചെയ്ത് പിന്നെ അവിടെ നിൽക്കാൻ പറ്റാതെ. പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് വിജയും കൂടെ ഇതേപോലെ ഒരു മല കയറിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ ഓർമ്മയിടും, ചിക്കബല്ലാപുര എവിടെയോ. അതിൻ്റെ മുകളിൽ ചെന്ന് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ സ്റ്റോറീസ് പറഞ്ഞ് ചുമ്മാ ഈ ഗൂസ് ബമ്പ് പേടി ഉണ്ടാക്കി പേടിക്കും. പേടിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഓക്കെ, ദെൻ ബാക്ക് ടു IIT ബോംബെയിലെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒരു ഫിലിം മേക്കറായിട്ട് ഫിലിം മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്തതും പ്രീ ആൻഡ് പോസ്റ്റ്? ഇൻഫോസിസിൽ കുറേ കാലം വർക്ക് ചെയ്തു. അത് ഞാൻ ഏൺസ്റ്റ് കുറേ കാലം വർക്ക് ചെയ്തു. അപ്പോൾ ഏൺസ്റ്റ് ഞാൻ നെറ്റ്വർക്കിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് CCNA എടുക്കണം, CCNP എഴുതണം എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ആഫ്റ്റർ പോയിൻ്റ് ഐ ഫൗണ്ട് ദാറ്റ് ദോസ് തിങ്സ് ആർ ആക്ച്വലി ഭയങ്കര ടഫല്ല. നമ്മൾ കറക്റ്റായിട്ടൊരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് നമ്മുടെ IT സെക്ടറിൽ ഉള്ളത്. പ്രോഗ്രാമേഴ്സിൻ്റെ കാര്യമല്ല, അവർക്ക് കുറച്ചുകൂടി ഇന്നോവേറ്റീവാണ്. ഞാൻ പറഞ്ഞത് നെറ്റ്വർക്ക് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ. അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു സാധ്യതയും ഒക്കെ നമുക്ക് കള്ളത്തരം പറയാൻ മാത്രം ആണ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു സാധ്യത. വീക്കെൻഡിൽ ഞാൻ എവിടെ പോയെന്നൊക്കെ പറയാൻ വേണ്ടി മാത്രമാണ് ഒരു സ്റ്റോറി ടെല്ലിങ്. അല്ല, ദർ ഇസ് നോ ചാൻസ് ഓഫ് എ സ്റ്റോറി ടെല്ലിങ് ഇത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ there was FTI, SRFTI, but FTI fees I could not afford. SRFTI also had a big പൈസ. ന്യൂയോർക്ക് ഫിലിം സ്കൂളും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ IIT ഇങ്ങോട്ട് പൈസ ആയിരുന്നു നമുക്ക്. അതായത് ഫീസ് നമ്മൾ കൊടുക്കണം, ബട്ട് യു ഗെറ്റ് എ സബ്സിഡി എവറി മന്ത്, യു ഗെറ്റ് സം മണി എവറി മന്ത്. അപ്പോൾ പൈസ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സാം എങ്ങനെ എഴുതണമെന്ന് നോക്കിയിട്ട്, കോമൺ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈൻ ആണ്, സീഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് ടഫായിരുന്നു. അപ്പോൾ ഞാനത് പ്രാക്ടീസ് ചെയ്ത് ക്രാക്ക് ചെയ്ത് കയറി. അപ്പോൾ വൺസ് ഐ റീച്ച് ദർ ഐ വാണ്ടഡ് ടു ബി എ ഫിലിം മേക്കർ, ബട്ട് ഐ സോ ദ പോസിബിലിറ്റി ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആസ് സച്ച്. എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ്റെ ഒരു ഭയങ്കര സാധ്യത. അപ്പം സ്ട്രാറ്റജി ഡിസൈൻ, പോളിസി മേക്കിംഗ്, ടൈപ്പോഗ്രഫി, ഫിലിം മേക്കിംഗ്, ആനിമേഷൻ, ഇതിൻ്റെയൊക്കെ സാധ്യതകളും ഇതിനൊക്കെ ആൾക്കാർ തിങ്ക് ചെയ്യുന്ന, ആൻഡ് യു ആർ വിത്ത് ദ ബെസ്റ്റ് പീപ്പിൾ ഹു ആർ ഡൂയിങ് ദിസ് ഇൻ ദ വേൾഡ്, ഇൻ ഇന്ത്യ. അപ്പോൾ അതിൽ നിന്ന് അവർ ചെയ്യുന്ന തെറ്റുകളും ശരികളും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ എംപ്ലോയ് ചെയ്യുന്ന ഫീൽഡ് സിനിമയാണ്. അപ്പോൾ അതിലോട്ട് ഇപ്പോൾ എൻ്റെ ടൈപ്പോഗ്രഫി പാളാറില്ല. പക്ഷേ എനിക്കിപ്പം ടൈപ്പോഗ്രഫിയുടെ റീഡബിലിറ്റി ആണെങ്കിലും സ്റ്റൈലാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, ആൾക്കാർക്ക് എന്ത് ഇമേജ് മനസ്സിൽ അവർ ഇതിൽ നിന്ന് പോകുമ്പം ലാസ്റ്റാണ് എന്ത് മെസ്സേജ് ലാസ്റ്റാണ്, ഇത് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ അത് 100% ആൾക്കാർക്ക് കിട്ടും. അപ്പോൾ ഇത് അവിടെ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന് ഗുണം ചെയ്യുന്നത്. ആൻഡ് ഓൾസോ since I'm not from an art background, everything was new to me. So I was not used to installations, I was not used to performance art, I was not used to so I thought that drawing someone like how they are and understanding shadow and light, എന്നിട്ട് നമ്മളൊരാളെ റിയലായിട്ട് വരയ്ക്കുന്നതാണ് ആർട്ടെന്ന് വിചാരിച്ച്. ഇപ്പം എവിടെയൊക്കെയോ വെച്ച് ഞാൻ വരയ്ക്കുന്നതും അതെൻ്റെ മാത്രമാണ്, എൻ്റെ ശൈലിയാണ്, ഞാൻ ചെയ്യുന്നത് എൻ്റെ ശൈലിയാണ്. ആ ശൈലി എംബ്രേസ് ചെയ്താൽ മതി. നിങ്ങൾ വേറെ ഇപ്പോൾ പതുക്കെ AI വന്നിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ റിയലിസ്റ്റിക് ഫോട്ടോസ് പോലെ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ ടെക്നോളജി വന്നു. അതായത് നമുക്ക് ഒരാളെ റിയലായിട്ട് വരയ്ക്കുന്നതിന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അയാളെ റിയലായിട്ട് വരയ്ക്കണോ? ഇപ്പോൾ ആർട്ടിൽ ഒരു ആപ്പിളിൻ്റെ മുകളിൽ വരുന്ന നിഴലും വെളിച്ചമൊക്കെ അതുപോലെ വരയ്ക്കുന്നതാണോ ആർട്ട് എന്നൊക്കെയുള്ള സംശയങ്ങൾ IIT പോയപ്പോഴത്തേക്ക് വന്നിട്ട് ആ സംശയം മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡിസ്കവർ യുവർ ഓൺ സ്റ്റൈൽസ്, ഈച്ച് സ്റ്റൈൽ ഹാസ് ഇറ്റ്സ് ഓൺ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ ഉള്ള ഇത് വന്നു. പിന്നെ ഓൾസോ IITയിൽ പഠിച്ച കോഴ്സിൽ എൻഡ് യൂസർ ഇൻറ്ററാക്ടിങ് വിത്ത് യുവർ ആർട്ട് വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡിസൈൻ ലേണിങ്ങിൽ. അതായത് ഫൈനലി നമ്മുടെ പ്രോഡക്റ്റ്, ഐ എം നോട്ട് കോളിങ് ഇറ്റ് ആൻ ആർട്ട് വർക്ക്, ഐ എം കോളിങ് ഇറ്റ് എ പ്രോഡക്റ്റ് വെരി ഡെലിബറേറ്റ്ലി. നമ്മുടെ പ്രോഡക്റ്റുമായിട്ടൊരു യൂസർ ഇൻറ്ററാക്ട് ചെയ്തിട്ട് ആ യൂസറിൻ്റെ ഒരു ഫീഡ്ബാക്ക് ആൻഡ് ആ യൂസറിൻ്റെ റെസ്പോൺസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോഡക്റ്റിന് വേണ്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ്
ഉണ്ടാക്കാനാണ് IIT ബേസിക്കലി പഠിച്ചത്. അത് ചിലപ്പോൾ ഇൻഫോഗ്രാഫിക് ആയിരിക്കും, ചിലപ്പോൾ അത് പോസ്റ്റർ ആയിരിക്കും, ചിലപ്പോൾ അത് ഫിലിം ആയിരിക്കും. പക്ഷേ ബേസിക്കലി ബീയിങ് എ പേഴ്സൺ ഹൂസ് തിങ്കിങ് അബൌട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫും ഫിലോസഫിയും ഇമേജൊക്കെ ആകുമ്പോഴത്തേക്കും ഇതും കൂടെ ഈ ഒരു പ്രോഡക്റ്റിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ നടക്കും. അപ്പോൾ എനിക്ക് IIT കിട്ടിയ ലേണിംഗ് ഒരു മാജിക് ആണ്. എന്ന് വെച്ചാൽ കുറേ എൻ്റെ ബാച്ച്മേറ്റ്സ് ഒക്കെ കുറേ പേരുണ്ട്, യഹാ പേ ക്യാ ഹൈ കുച്ച് നഹീ ഹൈ യഹാ പേ ബസ് ടൈപ്പോഗ്രഫി ചാർ സിഖാ എങ്ങനെയൊക്കെ. അപ്പം ഞാൻ അയ്യോ ഇത് മാജിക്കാണ്. കാരണം പിന്നെ ദേഴ്സ് വൺ ഫാക്കൽറ്റി ഓഫ് മൈൻ, ഫണി തെറ്റാലി എന്ന് പറയുന്നത്, ഈസ് പ്രോബ്ലി ദ ഫാദർ ഓഫ് ആനിമേഷൻ ഇൻ ഇന്ത്യ. എൻ്റെ സുദേശ് ബാലൻ സാറും ഫണി സാറും ആയിരുന്നു എൻ്റെ മെൻറ്റേഴ്സ് പോലെ. അപ്പോൾ ഫണി സാർ എപ്പോഴോ ഒരു സമയത്ത് വെച്ച് ഇങ്ങനെ റാൻഡമായിട്ട് പറഞ്ഞ് IITian പട്ടിണി കിടന്ന് മരിക്കത്തില്ല, അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ റാൻഡമായിട്ട്. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി ഗുഡ്. അപ്പോൾ ഐ ഡി നോട്ട് സിറ്റ് ഫോർ പ്ലേസ്മെൻറ്റ്സ്. എന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ബാച്ച്മേറ്റ്സിനെല്ലാം സാലറി ഉണ്ട്. ആൻഡ് I went from a place where I had salary to a place which is one of the prime institutions where I could actually get 40 times that salary, and I chose not to take a job. And as ഒരു സോഷ്യലി അണ്ടർ പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, വീട്ടിലൊക്കെ കാശില്ല. അപ്പോൾ ഇത് ഭയങ്കര അഹങ്കാരമായിട്ട് തോന്നിയെങ്കിലും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അത് IITയുടെ ഒരു ഗുണം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ഞാൻ കുറേ കാലം സ്ട്രഗിൾ ചെയ്യുമ്പോഴും പീപ്പിൾ യൂസ് ടു ഇൻവൈറ്റ് മീ ഫോർ ക്ലാസ്സസ്. ഞാനിപ്പോൾ IIT തന്നെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, NIFT ബാംഗ്ലൂർ, IDCയിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, സേക്രഡ് ഹാർട്സിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അതെ, ഐ എം സ്റ്റിൽ എ ഫാക്കൽറ്റി, അഡ്ജൻ ഫാക്കൽറ്റി വിത്ത് IIT. പിന്നെ ഞാൻ അല്ലാതെ ബാംഗ്ലൂർ നിഫ്റ്റിൽ. അപ്പോൾ എനിക്ക് വരുമാനം എങ്ങനെയെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നതെന്ന് കിട്ടും. അതും ഇതെല്ലാം സ്മാർട്ട് പിള്ളേരായതുകൊണ്ട് നമ്മൾ പ്രിപ്പയർഡ് അല്ലാതെ പോകാനും പറ്റത്തില്ല. അത് ലൈക്ക് വി ഹാവ് ടു വർക്ക് ഓൺ ആർ ബേസിക്സ് ആൻഡ് ഗോ. എന്ന് വെച്ചാൽ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ IIT gave me a confidence to actually look at life in a very bold and positive way and not depend on anyone to actually make my life better or discover me. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്ന് എന്നെ ഡിസ്കവർ ചെയ്തിട്ട് എൻ്റെ ലൈഫ് ബെറ്റർ അങ്ങനെയൊന്നുമില്ല. ലൈക്ക് ഐ വിൽ കീപ്പ് ഓൺ മേക്കിംഗ് വാട്ട് ഐ മേക്ക്. ആരെങ്കിലും ഡിസ്കവർ ചെയ്യുകയാണെങ്കിൽ അവരുടെയും കൂടെ ഭാഗ്യമാണ്, എൻ്റെ മാത്രമല്ല. അപ്പം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ IIT കിട്ടി. ഇപ്പം IIT ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു, അത് ഒരു വേറൊരാൾക്ക് അത് ഇഷ്ടപ്പെടണം, ലൈക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണം എന്നുള്ളൊരു ഒരു നിബന്ധനയല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലല്ല, നമ്മൾ അത് ഡിസൈനിൻ്റെ ഒരു സാധനമാണ്. സോ ആർട്ട് ഈസ് ഫോർ സെൽഫും ഡിസൈൻ ഈസ് ഫോർ അതേഴ്സുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ട് വർക്കിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു പെയിൻറ്റിങ്ങിനെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ യുവർ അപ്ബ്രിങ്ങിങ്, ബേസ്ഡ് ഓൺ യുവർ വിഷ്വൽ കൾച്ചർ, ബേസ്ഡ് ഓൺ യുവർ സെൻസിബിലിറ്റീസ്. ഇതെല്ലാം ഇതിൻ്റെ കൂടെ എല്ലാം വീട്ടിലുള്ള പൈസ, വീട്ടിലുള്ള ജാതി, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ആർട്ട് വർക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ആബ്സ്ട്രാക്ട് ആർട്ട് വർക്ക് കാണുമ്പോഴത്തേക്കും അത് കൊള്ളൂലെന്നൊക്കെ പറയുന്നത് ഒരു 100 കണക്കിന് അച്ഛനപ്പന്മാരുടെ ജോലി കാരണമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ആർട്ട് വർക്ക് മനസ്സിലാവുന്നത്. ഡിസൈൻ അങ്ങനെയല്ല. നിങ്ങളൊരു മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായേ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി തെറ്റും. അപ്പോൾ ഡിസൈൻ ഈസ് ആക്ച്വലി ഫോർ എവറി വൺ. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു വഴി തെറ്റിക്കൂടാ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ സിനിമയിൽ വരുമ്പോഴും അങ്ങനെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് പലർക്കും പലത് തോന്നാം എന്നൊക്കെയുള്ള സാധ്യത അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ബേസിക് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം എല്ലാവർക്കും. ഇതാണ് നമ്മുടെ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിൻ്റെ സാധ്യത ഇങ്ങനെയാണ് വരുന്നത്. അത് പ്രോഡക്റ്റിലാണെങ്കിൽ ഇപ്പോൾ ഒരു ആർട്ടിലാണെങ്കിൽ നമുക്ക് ഒരു ചായക്കപ്പിനെ എങ്ങനെ വേണോ ഡിസൈൻ ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചായ ഒഴിക്കണമെന്ന് പോലും ഇല്ല കേട്ടോ, മനസ്സിലായില്ലേ? അത് പക്ഷേ ഡിസൈനിൽ അങ്ങനെയല്ല. ചായ കപ്പ് ഷുഡ് ബി ഫങ്ഷണൽ, എർഗണോമിക്, ഷുഡ് ഹോൾഡ് ഹീറ്റ്, ഷുഡ് ബി ഈസി. അപ്പോൾ ഇത് ആർട്ടിൻ്റെയും ഡിസൈൻ്റെയും ഒരു ഇതാണ്. പക്ഷെ സിനിമ ഇത് രണ്ടും കൂടെ ഒത്തു വരുന്നൊരു പരിപാടിയാണ്. ഞാൻ അവിടേക്കായിരുന്നു ഫിലിമിൽ ഇത് രണ്ടും കൂടെ ഒത്തു വരുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ഉണ്ടാക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് സിനിമകളാണ്. എൻ്റെ സിനിമ ഓരോരുത്തർക്കും ഓരോന്നല്ല. എല്ലാത്തിലും ഒരു ബേസിക് ഒരു കഥ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ നല്ല പെർഫെക്റ്റ് ആബ്സ്ട്രാക്ട് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ പലർക്കും പലതാണ് ആ സിനിമ കാണുമ്പോഴത്തേക്കും. അത് വീഡിയോ ആർട്ട് എടുത്തു കഴിഞ്ഞാൽ പലർക്കും പലതാണ്. പക്ഷേ ഐ ഓൾസോ ട്രൈ ദാറ്റ് എൻ്റെ സിനിമയിലും പലർക്കും പല ഭാഗങ്ങൾ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഡിസൈൻ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പുരുഷപ്രേതം കാണുമ്പോഴത്തേക്കും ഫോർ സർട്ടൻ പീപ്പിൾ ഇറ്റ്സ് എ കോമഡി,
For certain other people, it's a long film with nothing happening. For certain people, it's a neo-noir with lighting and colors and everything. For certain other people, it's about women empowerment and male ego and those kind of things. There are people who have written about the caste ideas of the film. ഇപ്പോൾ ഒരു പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ ആർട്ട് വർക്കിൽ പല പല ചിന്തകൾ ഒത്തു വരുന്നതാണ് പോസ്റ്റ് മോഡേണിസത്തിൻ്റെ പരിപാടി. ഈ ചിന്തകളിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചിന്തകളിൽ നമ്മൾ കയറി പിടിച്ച് നമ്മൾ പോവും. ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് വെറും നോയ്സാണ്. ഈ നോയ്സ് ചിലർക്ക് ഇൻഫർമേഷനാണ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു നോയ്സ് ഡിസൈനും കൂടെ പുരുഷപ്രായത്തിലും ആവാസയുഗത്തിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. വൃത്താകൃതിയിലും സംഘർഷണയിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. കുറച്ചുകൂടെ ആർട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് സെൽഫാണ്. കുറച്ചുകൂടെ മീ ഫിഗറിങ് ഔട്ട് മൈ തോട്ട്സ് ഒക്കെയാണ് വൃത്താകൃതി. സംഘർഷഘടന ആഫ്റ്റർ വൺ സ്റ്റേജ് ഇറ്റ് ഈസ് ഡിസൈൻഡ്. So till one stage it is exploring my thoughts on the topic. Okay. അതിനുശേഷം ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആൻഡ് ഓൾ ആ സമയത്താണോ ഷോർട്ട് ഫിലിംസ് അല്ല, ഷോർട്ട് ഫിലിംസ് ഐഡിസിൽ നിന്നാണ് ചെയ്തു തുടങ്ങിയത്. IITs സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഭഗവതിക്കാവിലെ പാപികൾ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് കഴിഞ്ഞിട്ട് then I was doing corporate films. I was also doing wedding videos. I was doing എന്തോ ഈ ഫോൺ എങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഉണ്ടല്ലോ, ഗാഡ്ജറ്റിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്തു. ദെൻ ഐ സെൽഫ് ഫണ്ടഡ് ആ സീരീസ്. പിന്നെ അതിന് കുറേ എൻ്റെ ഫ്രണ്ട്സുകൾ ഫണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഉത്സാഹ ഇതിഹാസം എന്ന് പറഞ്ഞൊരു സീരീസ് ഞാൻ ഫണ്ട് ചെയ്തു. Z5 ഇപ്പോൾ ഉണ്ട്. അത് 2018 റിലീസായി. പ്രോബ്ലി വൺ ഓഫ് ദി ഫസ്റ്റ് മലയാളം സീരീസ്. though I am not very proud about it or embarrassed about it. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഐ ഡോണ്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സീരീസ്. അപ്പം പക്ഷേ അത് പക്ഷേ ഒരുപാട് 2018 ജാനിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അത് അപ്പം ഐ വാസ് ഇൻ ടച്ച് വിത്ത് TVF. ആ സമയത്തൊക്കെ നമ്മൾ TVFൻ്റെ കൂടെ IIT ബന്ധമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും ഒരു ഹിന്ദി ഫിലിമിൽ ആന്തോളജിയിൽ ഓരോ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ സീനിയർ പലാഷ് ചെയ്തൊരു ഫിലിമിൽ ഞാനാണ് DOP ചെയ്തേക്കുന്നത്. അങ്ങനെ ഹമാര മൂവി ഇത് PIRൽ റിലീസ് ചെയ്തായിരുന്നു. ഇറ്റ്സ് കോൾഡ് ഷുറുവാത് കാ ഇൻ്റർവെൽ. ഇപ്പോൾ TVFൻ്റെ ഒരു മൂവി അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇപ്പോൾ TVFൻ്റെ മോഡലാണ് ഞാൻ എടുത്തത്. ഷോർട്ട് സീരീസ് 20 മിനിറ്റ്സിൻ്റെ അകത്തും 15 മിനിറ്റ്സിൻ്റെ അകത്തുള്ള സീരീസ്. TVF ഇത് കോമഡി സെൻറ്ററിൽ നിന്നും പോലത്തെ സാധനത്തിൽ നിന്നായിരിക്കും. എനിക്ക് അറിയത്തില്ല അവരുടെ സ്വന്തം ഐഡിയ ആണോ എന്ന് അറിയത്തില്ല. ബട്ട് ഐ തിങ്ക് ഇതിങ്ങനെ എല്ലാവരും ഒരു 15 മിനിറ്റ്സ് 10 മിനിറ്റ്സ് അതിൽ നിന്ന് ആണ് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ഞാനൊരു സീരീസ് ചെയ്തു. ആൻഡ് ഐ കുഡ് സെൽ ഇറ്റ്. അന്ന് പെപ്പർ മീഡിയ എന്ന് പറയുന്നൊരു കമ്പനി അതിൽ ഇൻവോൾവായി. നമ്മൾ Zക്ക് വിറ്റു. അപ്പോൾ വിൽപ്പനയുടെ ഒരു സുഖവും കൂടെ കിട്ടി. അതായത് ഒരു ആർട്ട് വർക്ക് പ്രോഡക്റ്റാക്കി ആ പ്രോഡക്റ്റ് വിറ്റ് ആരും കണ്ടില്ല എന്നാലും വിറ്റു. സോ ഐ സ്റ്റാർട്ട് മേക്കിംഗ് മണി ഫ്രം ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഇസ് മണി ഇൻ ഇറ്റ്. അതുവരെ നമ്മൾ സിനിമ ഇങ്ങനെ പെറുക്കെ നടക്കുമ്പോഴത്തേക്കും പൈസയൊന്നും വേണ്ട, നമ്മൾ പൈസ എവിടെ നിന്നെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, നമുക്ക് ഡേ പോകാൻ വേണ്ടി ഉള്ള പൈസ മതി എന്ന് പറയുന്നത് മാറിയിട്ട് പൈസ കിട്ടും എന്നൊരു ഐഡിയ വന്നു. എന്നിട്ട് വൃത്താകൃതി ചെയ്തു. വൃത്താകൃതിയിൽ നിന്ന് നമുക്ക് വലിയ റിട്ടേൺസ് വന്നില്ല. ആൻഡ് ദെൻ തിങ്സ് ചേഞ്ച്. ആവാസുകയും ചെയ്തു ആൻഡ് വി കുഡ് സെൽ ഇൻ. ബാക്ക് ടു കൃഷാന്തിൻ്റെ യൂട്യൂബ് ചാനൽ. സോ അതിൽ എനിക്ക് ആ കോവിഡിൻ്റെ ടൈമിലുള്ള കുറച്ച് സ്നിപ്പെറ്റ്സ് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് വളരെ കാമായിട്ട് ഭയങ്കര ഭംഗിയുള്ള കുറച്ച് ഫ്രെയിംസിലാണ് പാർട്ട്ണറിൻ്റെ ശ്യാമ കാണുന്നത്. ഒരു പാട്ടൊക്കെ പാടി ആ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന കുറേ ഫ്രെയിംസ്, നിങ്ങൾ വളരെ കാഷ്വലായിട്ടിരുന്ന് കുറേ സംസാരിക്കുന്നതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഷോർട്സ് ഒക്കെ കൂടെ വർക്കും ചെയ്തിട്ടുണ്ട്. ശ്യാമ ഞാനും നമ്മളെ കോളേജ്, ഷി വാസ് മൈ ജൂനിയർ ഇൻ കോളേജ്, അങ്ങനെ പരിചയപ്പെടുന്നത്. പിന്നെ നമ്മൾ 2015 കല്യാണം കഴിച്ചു. ആൻഡ് വി ബീൻ ഹാവിങ് നല്ല ഫൺ ടൈം. ഷി ഡിഡ് എൻ്റെ വൃത്താകൃതിയിൽ കോസ്റ്റ്യൂം ചെയ്തു, ആവാസയോഗത്തിൽ ആർട്ടും കോസ്റ്റ്യൂമും ചെയ്തു. ബേസിക്കലി ഒരു ഐഡിയ. ഇപ്പോൾ ആർട്ട് പരമായിട്ട് പുള്ളിക്കാരി ഭയങ്കര സൗണ്ടാണ്, എന്നെക്കാട്ടുമൊക്കെ ഭയങ്കര സൗണ്ടാണ്. കളേഴ്സ് ആണെങ്കിലും ഷീ ഈസ് എ ഡിസൈനർ ഹെർസെൽഫ്. ഷീ ഈസ് എ സ്കെച്ച് ചെയ്യും, പെയിൻറ്റ് ചെയ്യും. പിന്നെ ഓൾ ടുഗദർ ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ഇൻ ആർട്ട് വർക്കാണ് പുള്ളിക്കാരിയുടെ ഒരു രീതി. ആൻഡ് വി ഓൾസോ ഹാവ് എ ഡോട്ടർ നൗ, നക്ഷത്ര എന്ന പേര്. നക്ഷത്ര, അതാണ് നേരത്തെ നമ്മൾ സംസാരിച്ചു. ടാറ്റു, അതെ, നക്ഷത്ര എന്ന് പറയുന്നത്. പിന്നെ ശ്യാമ എൻ്റെ സിനിമയുടെ കാഴ്ചപ്പാട് കുറേയൊക്കെ ശ്യാമ മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ IDC എന്നൊക്കെ ഇറങ്ങി IIT എന്നൊക്കെ ഇറങ്ങിയ സമയത്ത്
ഒരു ഭയങ്കര അഹങ്കാരിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്പേസിൽ നിന്നൊക്കെ ഇറങ്ങിയതിൻ്റെ ഒരു ജാടയൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ലെസർ ഇൻ്റലിജൻറ്റ് പീപ്പിളും മോർ ഇൻ്റലിജൻറ്റ് പീപ്പിളും എന്നൊക്കെ പറയുന്ന തോട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പരിപാടി ആർട്ട് വർക്കോ സിനിമയൊക്കെ കണ്ടിട്ട് അമ്മു ടെൻത്ത് ഇതെന്നൊക്കെ ചോദിച്ച് തുടങ്ങിയപ്പോൾ മുതലാണ് ഞാനും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദർ ഇസ് സം പ്രോബ്ലം വിത്ത് ഇറ്റ്. അല്ലാതെ ഇവയ്ക്കിത് മനസ്സിലാക്കാനുള്ള അസറ്റ് ഇല്ലെന്നോ ഇവർക്ക് ഇതിൻ്റെ മെൻ്റൽ അങ്ങനെയൊന്നുമല്ല. പൈസ കൊടുത്ത് കാണുന്ന ആളല്ലെങ്കിൽ ഒരു രസിക എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല പറ്റുന്നില്ല. ഈവൻ നൗ ഷീ ഇപ്പോൾ ആവാസിയും പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഷീ ഈസ് നോട്ട് എ ബിഗ് ഫാൻ ഓഫ് പുരുഷപ്രേതം ഓർ ഐ ഹവ് നോട്ട് ഷോൺ ഹെർ സംഘർഷ ഘടന ബിക്കോസ് ഷീ വിൽ ബി വെരി ക്രിട്ടിക്കൽ. അപ്പോൾ പക്ഷേ അറ്റ് ദ സെയിം ടൈം എൻ്റെ ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സിലൊക്കെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് നല്ല സ്ട്രോങ് ആയിരിക്കും. പിന്നെ നമ്മുടെ പ്രോസസ്സ് ഫുള്ള് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഷീ ഈസ് റൈറ്റ്. ഞാൻ ഭയങ്കര കെയർഫുള്ളാണ്. അപ്പോൾ നമ്മളൊരു നല്ല ഹാപ്പി സ്പേസിലാണ് ഇപ്പോൾ. ഒരു പാർട്ട്ണർഷിപ്പ് ഞാനിങ്ങനെ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് അതെ ഒരു ലോണറായിട്ടുള്ള ഇപ്പോൾ ആവാസ വൃത്താകൃതിയിലുള്ള അതിലും അതെ അതുപോലെ എല്ലാ സിനിമയിലും പുരുഷപ്രേതത്തിലും അതെ അങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ പ്ലേസ്മെൻറ്റ് ഓർ അതൊരു ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കൃഷാന്ത് എന്നൊരു പേഴ്സണൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണോ അങ്ങനത്തെ ഒരു സോൾ? അല്ലല്ല, പുരുഷപ്രയത്തിൽ ആ ക്യാരക്ടറിൻ്റെ കംപ്ലീറ്റ് ഇതും അജിത്ത് എന്ന് പറയുന്ന റൈറ്ററിനാണ്. അപ്പോൾ അജിത്ത് ഉണ്ടാക്കി അതിനൊരു അമ്മ ആഡ് ചെയ്തത് ഞാനാണ്. എനിക്കൊരു മദർ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിന് മറ്റേത് അജിത്തിൻ്റെ ആ ക്യാരക്ടർ മാത്രമായിരുന്നു ഒറ്റയ്ക്ക് വൈഫൊക്കെ പോയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ഗീവ് ഹിം സം റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എന്ന് അജിത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അജിത്ത് എഗ്രി ചെയ്തുകൊണ്ട്. പക്ഷേ ദാറ്റ് ക്യാരക്ടർ ഇസ് കംപ്ലീറ്റ്ലി അജിത്തിൻ്റെ തന്നെ, സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന അജിത്തിൻ്റെ തന്നെ ഒരു ഇതെന്നാണ്. ഇപ്പം മണി എന്ന് പറയുന്ന വൃത്താകൃതിയിലുള്ള ക്യാരക്ടർ കുറേയൊക്കെ ഞാനാണ്. ഓർ സംതിങ് ദറ്റ് ഇപ്പം പാർട്ട്ണർ എന്ന് പറയുന്നത് ഇപ്പം മാരീഡ് അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പോൾ ഐ റിയലി ഡോണ്ട് വോണ്ട് ടു സീ പീപ്പിൾ, ഐ ഡോണ്ട് വോണ്ട് ടു ഇൻട്രാക്ട് വിത്ത് ഹ്യൂമൻസ് അറ്റ് ഓൾ. എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു മൂലയ്ക്ക് നിൽക്കണം. ഇടയ്ക്കൊരു സോഷ്യൽ ആങ്സൈറ്റി വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡെപ്രിവേഷൻ വരുമ്പോഴത്തേക്കും പോയിട്ട് കുറച്ച് തിരക്കിനെയൊക്കെ കണ്ട് ഒരു പബ്ലിക് സ്പേസിലൊക്കെ പോയി അവിടെയും കുറേ മനുഷ്യരെ കണ്ട് ഒരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് തിരിച്ച് വീണ്ടും വന്ന് ഈ അടഞ്ഞ് ഇത് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിരിക്കും. പക്ഷേ ബേസിക്കലി ഒരു അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ലിവിങ് അല്ല. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ലിവിങ് അല്ലാത്ത ചിന്തകൾ എല്ലാ ഫിലിമിലും വരും. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരും. അതായത് നമ്മളാണെങ്കിൽ ഞാനും വൈഫും ബേബിയും ഒക്കെ ആയിട്ട് നമ്മളൊരു സ്പേസിലാണ്. നമുക്ക് ബന്ധുക്കളുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആവി വിത്ത് ദം ഓർ അമ്മയും അച്ഛനും ഒക്കെ വിസിറ്റ് ചെയ്യുന്ന ഭയങ്കര റെയർ ഇവൻസാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഒരു ന്യൂക്ലിയർ തോട്ട്സുകൾ എന്തായാലും. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഒരു കൺവീനിയൻസ് ആൻഡ് ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതെ 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 അത് ഞാനിപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ റിയലി ഡോണ്ട് വോണ്ട് ടു ഗോ ഔട്ട് ഓഫ് മൈ വേ ആൻഡ് ട്രൈ റിയലി ഹാർഡ് ആൻഡ് കൺവിൻസ് സമ്മൺ ടു ഡു സംതിങ്. അതെനിക്ക് വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വേണ്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടാൻട്രംസും അവരുടെ ഇൻസെക്യൂരിറ്റീസും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോട്ട് എവിടെയോ വെച്ച് വന്നു. കാരണം അത് നമ്മളൊരു ഫേസിൽ വെച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്യണമെന്ന് തീരുമാനിച്ചിറങ്ങുമ്പോഴത്തേക്കും സ്ട്രഗിൾ ചെയ്യാൻ പോലും ആൾക്കാർ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് സ്ട്രഗിൾ ചെയ്യണ്ട. ലൈക്ക് ഐ എം മൂവിങ് ഇൻ ടു മൈ ലേറ്റ് 30s ആൻഡ് സൂൺ മൂവിങ് ഇൻ ടു മൈ 40s ഒക്കെ. അപ്പോൾ കൺവീനിയൻസിൽ ആർട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിനെ സെല് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതെ, അതാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ വെൻ യു ലുക്ക് അറ്റ് ഓൾ സിനിമ മെയ്ഡ് അക്രോസ് ടൈം എല്ലാ സിനിമയും ഇങ്ങനത്തെ കൺവീനിയൻസ് പോക്കറ്റിൽ നിന്ന് തന്നെ വന്നേക്കുന്നത്. അല്ലാതെ ഇത് വരണമെങ്കിൽ ബിഗ് സ്റ്റുഡിയോസ് വന്ന് മണി പമ്പിങ് ചെയ്താൽ മാത്രമേ ഇത് വരത്തുള്ളൂ. അപ്പോൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ മാർവൽ സ്റ്റുഡിയോസൊക്കെ ഇത് ഇത്രയും ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള ടാൻഡ്രംസ് ഉള്ള ആൾക്കാർ ഇത്രയും കൊണ്ടുവന്ന് ഒരു റൂമിൽ നിർത്താൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ മണി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുണ്ട്. കോൺട്രാക്ട്സും മണി ഒക്കെ ഉണ്ട്. മലയാള സിനിമ പോലത്തെ ഒരു സിനിമയിൽ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ചിലപ്പം ഒരാളുടെ ഒരു ജാട കാരണമൊക്കെ നമ്മുടെ എല്ലാവരെയും മൂടൊക്കെ പോകും. അതിനെക്കാട്ടും അയാൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു നോക്കുക. അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡിസ്പെൻസിബിൾ ആണെങ്കിൽ ഡിസ്പോസിബിൾ ആണെങ്കിൽ അങ്ങനത്തെ ഒരാൾ വേണ്ട എന്ന് ഞാൻ എപ്പോഴും നോക്കാറുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ സംടൈംസ് അയാളിലായിരിക്കും ബിസിനസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ബിസിനസ് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും
ഞാൻ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് ലെറ്റ്സ് ട്രൈ എ ലിറ്റിൽ ബിറ്റ് എന്ന് നോക്കും. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസൈറബിളും വൈബിളും ഫീസിബിൾ ആവുകയാണെങ്കിൽ മാത്രം നമ്മൾ ഒരു കൊളാബറേഷൻ മതി, അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചാൽ അത് വേണമെന്നുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ഇപ്പം മനസ്സമാധാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പം മനസ്സമാധാനത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി മേക്ക് റിയലി ക്രേസി ഗുഡ് ആർട്ട് വർക്ക്. അതിൻ്റെ ക്രോർസുകളുടെ നമ്പേഴ്സ് ചെറുതായിരിക്കും, പക്ഷേ അത് നല്ല ആർട്ട് വർക്കും ആയിരിക്കും. പിന്നെ സിൻസ് ഞാനൊരു ഫിനാൻഷ്യലി ബാക്ക്വേർഡ് സ്പേസിൽ നിന്ന് വരുന്നതുകൊണ്ട് എനിക്ക് എന്ത് ക്രോർസ് ആയാലും എന്തായാലും എന്ത് പൈസ കിട്ടിയാലും ഓക്കെയാണ്. എൻ്റെ ലൈഫ് ബെറ്റർ ആകത്തേ ഉള്ളൂ. ഇച്ചിരി പൈസ കിട്ടിയാലും ബെറ്റർ ആവും, കൂടുതൽ പൈസ കിട്ടിയാലും ബെറ്റർ ആവും. അപ്പം അങ്ങനെ കമ്പാരിസൺ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഒരു ഫിലിം ഇറക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ OTT റിലീസിലേക്കല്ലേ ഇപ്പം രണ്ട് ഫിലിംസും OTT ആണ്. അപ്പം ഇനിയൊരു ഇപ്പോൾ സംഘർഷ ഘടന IFFKയിലാണ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു റിലീസിനെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബിസിനസ്സിനെ വലുതാക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കിപ്പം ഇപ്പം ഞാൻ സ്റ്റാർസുമായിട്ട് എല്ലാ പിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഐ പിച്ച് സംതിങ് ടു മോഹൻലാൽ, ഐ പിച്ച് സംതിങ് ടു മമ്മൂട്ടി ഒക്കെ പിച്ച് ചെയ്തിട്ടുണ്ട്. ആ പ്രോസസ്സുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കുമായിരിക്കും. നടന്നില്ലെങ്കിലും നമുക്ക് സിനിമ ചെയ്തല്ലേ പറ്റൂ. കാരണം നമ്മളൊരു ഇന്നേറ്റ് നേച്ചർ ടു ടെൽ സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ചിലതൊക്കെ നല്ല പ്രൊസീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എൻ്റെ ഫസ്റ്റ് ഡേ സെക്യൂർ ആവും. അപ്പോൾ തിയേറ്ററിൽ എടുക്കാം. അല്ലെങ്കിൽ തിയേറ്ററിൽ നമ്മൾ കൊണ്ട് ഇറക്കുമ്പോഴത്തേക്കും ദ റിസ്ക് ഈസ് കംപ്ലീറ്റ്ലി ഓൺ ദ ഫിലിം. ഈവൻ ദോ ഇറ്റ്സ് എ ഗുഡ് ഫിലിം, ഇറ്റ് മൈറ്റ് നോട്ട് വർക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ എന്നെപ്പോലൊരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കർ ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാതായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബീങ് വെരി കോഷ്യസ് വിത്ത് മൈ തിയേറ്റർ റിലീസസ്. എൻ്റെ പക്ഷേ ഐ വാസ് EP ഇൻ ചന്ദൂസ് പ്രോജക്റ്റ്. അത് നമുക്ക് തിയേറ്ററിൽ ഒരുവിധം നല്ലതിൽ ഓടി. ആ പടം ഗഗൻചാരി ഓടി. അപ്പോൾ എൻ്റെ മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന വേറൊരാളുടെ മെറ്റീരിയലിൽ ഞാനും അതിന് ഒരു സപ്പോർട്ട് പോലെ അല്ലെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ പോലെയൊക്കെ നിന്നിട്ട് അത് പുറത്ത് വന്നപ്പോൾ ആൾക്കാർ കാണാനുള്ളപ്പോഴത്തേക്കും ഐ എം ലിറ്റിൽ കോൺഫിഡൻറ്റ് ദറ്റ് മേ ബി ഇഫ് ഐ ബ്രിങ് മൈ സ്റ്റഫ് ഔട്ട് വിതൗട്ട് an A-lister there might still be people watching it എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ തിയേറ്ററിലൊക്കെ ഇറങ്ങുന്ന ഇഷ്ടം ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് അടിക്കണം. പുരുഷപ്രേതം വാസ് സപ്പോസ് ടു ബി എ തിയേറ്റർ ഫിലിം. പുരുഷപ്രേതം നമ്മൾ തിയേറ്ററിനാണ് പ്ലാൻ ചെയ്തത്. കുറച്ചുകൂടി ആണ് തിയേറ്റർ ഫിലിം മാറ്റി തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് OTT വന്നു ആൻഡ് അങ്ങനത്തെ ഒരു ഓഫറും വന്നു. അപ്പോൾ പോയത് പുരുഷപ്രേതം നമ്മൾ തിയേറ്ററിൽ ഇറക്കുക ഓടൂലെന്നല്ല, തിയേറ്ററിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെയാണ് ചെയ്തിരുന്നത്. പിന്നെ സംഘർഷണ ഈസ് നോട്ട് എ തിയേറ്റർ ഫിലിം. പക്ഷേ സംഘർഷണ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. സംഘർഷണയിൽ കണ്ടപ്പോഴും അതിനെ പറ്റിയിട്ട് അതെ അതിൻ്റെ അകത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കും സൗണ്ടും വിഷ്വലും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ഫിലോസഫിക്കൽ സാധനമുണ്ട്. തിയേറ്ററിൽ കുറച്ചുകൂടെ നല്ലതിൽ കിട്ടും. അത് IFFKക്കാർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് തിയേറ്റർ റിലീസ് OTT ഡിപ്പെൻഡൻ്റ് ആണെന്ന് വെച്ചാൽ OTT നല്ല OTT ബയേഴ്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ വെള്ളിയാഴ്ച തിയേറ്റർ റിലീസ് വേണമെന്നുള്ള അങ്ങനെയൊന്നും ആഗ്രഹമൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ പോയി. ലൈക്ക് ഐ വോണ്ട് മൈ ഫിലിം ടു ബി സീൻ ബൈ എ ലോട്ട് ഓഫ് പീപ്പിൾ. അത്രേ ഉള്ളൂ. നമ്മുടെ കാണുന്ന ആളുകളുടെ കംഫർട്ട് അനുസരിച്ച് എല്ലാവരും പോസൊക്കെ ചെയ്തല്ലേ കാണുന്നത്. ലൈക്ക് ഇവൻ ഇഫ് യു മേക്ക് സംതിങ് ആസ് ഗുഡ് ആസ് ദ സബ്സ്റ്റൻസ് ഓർ യു മേക്ക് സംതിങ് ആസ് ഗുഡ് ആസ് ഇത് ആൾക്കാർ പതുക്കെ പോസൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ പോയി ചായയൊക്കെ കുടിച്ച് കൊച്ചിനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് അല്ലേ കാണുന്ന സിനിമ. ഇങ്ങനെ ഇരുന്ന് കാണുന്നതെന്ന് പറഞ്ഞാൽ ഫിലിം ലവേഴ്സ് കുറച്ചൊരു ബണ്ടിൽ ഓഫ് ആൾക്കാർ, പിന്നെ കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ അടുത്ത് പ്രാപ്പിട കണ്ടു. ലവ്ലി. അപ്പോൾ അത് കണ്ടപ്പോഴും വിചാരിച്ചു അതൊന്നും എനിക്ക് തോന്നുന്നില്ല അധികം ആളുകളിലേക്കൊന്നും. പ്രാപ്പിട ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ്. ഐ തിങ്ക് നെക്സ്റ്റ് ഒരു 6-7 years 10 years ആയാലും ഡിസ്റ്റോപ്പിയൻ ലെവലിൽ നിൽക്കുന്ന ഒരു ഫിലിമാണ്. വണ്ടർഫുൾ ഫിലിം മേക്കർ ഓൾസോ. അയാളുടെ ഒരു ചാത്തിനെ വെച്ചിട്ടൊക്കെ ചെയ്തേക്കുന്ന ഒരു ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടായിരുന്നു. ക്രൈസി ഗുഡ് ഫിലിം. പക്ഷേ പ്രാപ്പടയുടെ ആബ്സ്ട്രാക്ട്നെസ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു റിയലി ഹാവ് എ ഗുഡ് നോളജ് അബൌട്ട് നമുക്ക് ഒരു ആർട്ട് പ്രിവിലേജ് ഉണ്ടെങ്കിൽ
അത് ഭയങ്കര രസമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ആർട്ട് പ്രിവിലേജ് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷ്വലിയൊക്കെ നല്ലതാണ്, പക്ഷേ അപ്പോൾ എനിക്ക് കൃഷ്ണേന്ദുവിൻ്റെ അവിടെ കൊച്ചിയിൽ സ്ക്രീൻ ചെയ്തപ്പോഴത്തേക്കും ഒരുത്തൻ എണിച്ചിട്ട് കൃഷ്ണേന്ദുവിൻ്റെ അടുത്തല്ല ചോദിച്ചേക്കുന്നത്, അവരുടെ അടുത്ത് ചേട്ടാ എന്താണ് മനസ്സിലായില്ല എന്ന്. അപ്പോൾ കൃഷ്ണേന്ദു പറയാണ് ഇത് മനസ്സിലാക്കണ്ട, ജസ്റ്റ് ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഥ മനസ്സിലാവണം എന്ന് പറഞ്ഞ് നിങ്ങൾ കച്ചകെട്ടി ഇറങ്ങുന്ന ഒരു മീഡിയമൊന്നും അല്ല. പക്ഷേ അതിൽ കച്ചവടം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഈ കഥ മനസ്സിലാവണം, ഈ കഥ എഫക്റ്റീവ് ആവണം, ഈ ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു, സെക്കൻഡ് ഹാഫ് അതിഗംഭീരം എന്ന് പറയണം, അങ്ങനെയൊക്കെയുള്ള സാധനം വരും. പ്രപട ഫോർ മീ കേത്കീസ് ബെസ്റ്റ് റോൾ, രാജേഷ് മാധവൻസ് ബെസ്റ്റ് ക്യാരക്ടർ, VFX, breathtaking VFX in Malayalam cinema. And സൈനയിലുണ്ട്, സൈന പ്ലേയിലല്ലേ അത്, സൈനയിലുണ്ട്. അത് ഇറ്റ്സ് എ വണ്ടർഫുൾ ഫിലിം. ഞാൻ തിയേറ്ററിൽ കാണാൻ പറ്റും, എനിക്ക് അത് ഭയങ്കര ഭാഗ്യം. ആൻഡ് ഐ ഓൾസോ ഗോട്ട് ക്ലോസ് ടു കൃഷ്ണേന്ദു ആ ഒരു പീരീഡിൽ. ഞാൻ കണ്ടു ഇതൊരു പോസ്റ്റ്. അതെ അതെ, നമ്മൾ ഒരു സൗഹൃദമൊക്കെ ഇപ്പോഴും ഉണ്ട്. ഭയങ്കര സിനിമയെക്കുറിച്ചൊക്കെ ഉള്ള ചിന്തകൾ ഭയങ്കര വ്യത്യാസമല്ല, ഭയങ്കര അക്കാഡമിക് രീതിയിൽ ചിന്തിക്കുന്ന ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് കൃഷ്ണേന്ദു. ഇങ്ങനെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള മനുഷ്യന്മാർ കൂടെ നിൽക്കുന്നവർ ഈ ഒരു ജേർണിയിൽ, കൃഷാന്തിൻ്റെ ഒരു ജേർണിയിൽ അങ്ങനെയുള്ള ആളുകൾ ആരൊക്കെയാണ്? എനിക്ക് എൻ്റെ രാഹുൽ രാജഗോപാൽ എന്ന് പറയുന്ന എൻ്റെ വൃത്താകൃതിയിലെ ആവാസവ്യത്തിലെ നായകൻ എനിക്ക് ഭയങ്കര എൻ്റെ കൂടെ ഒരുപാട് കൂടെ നിന്നാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ശ്യാമയെക്കുറിച്ചൊന്നും സെപ്പറേറ്റ് പറയുന്നില്ല, കാരണം അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയതുകൊണ്ട് പുള്ളിക്കാരിയെക്കുറിച്ച് പറയാത്തതാണ്. പക്ഷേ ദർ വാസ് എ പോയിന്റ് വെൻ ഐ ഡി നോട്ട് ഹാവ് എനി മണി. അപ്പം അതിന് സ്ട്രെസ് എനിക്ക് തന്നിട്ടില്ല അമ്മു. അപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ആർട്ട് വർക്കിനൊക്കെ കോൺട്രിബ്യൂട്ടും ചെയ്തിട്ടുണ്ട്, പൈസയൊക്കെ തന്നിട്ടുണ്ട്, വൃത്താകൃതിക്ക് തന്നിട്ടുണ്ട്, ഉത്സാഹത്തിന് തന്നിട്ടുണ്ട്. പിന്നെ രാഹുൽ, പിന്നെ എനിക്ക് അർജുൻ ശിവകുമാർ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ്, നിസ്തുൽ അർജുൻ ശിവകുമാർ എന്നൊക്കെ പറയുന്ന 2-3 പേരുണ്ട്. അവരാണ് രാഹുലുമായിട്ട് പരിചയപ്പെടുത്തിയത്. അവരൊക്കെ എൻ്റെ ക്ലോസ് പീപ്പിളിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ കുറേ ആൾക്കാരും ഇങ്ങനെ പോസിറ്റീവ്സ് പറയുന്നുണ്ട്. ദർ ഈസ് വൺ ഫ്രണ്ട് ഓഫ് മൈൻ, അഖിൽ വിനായക്, ധീരജ്. അഖിലിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ഫ്രണ്ടാണ് അഖിൽ. ഇപ്പോൾ ഹി ലേൺഡ് അനിമേഷൻ ടു ഡു അനിമേഷൻ ഫോർ സംഘർഷ ഘടന. എന്നുവെച്ചാൽ ഹി വാസ് ഓൾറെഡി ലേണിങ് ഇറ്റ്, പക്ഷേ ട്രിക്കൊക്കെ പിടിച്ചു അങ്ങനത്തെ മണി എന്ന് സഹായിച്ച്. ദർ ഈസ് വൺ പേഴ്സൺ കോൾഡ് റിനോയ്, ആവാസവ്യത്തിൻ്റെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടറാണ്. പിന്നെ എനിക്ക് അമ്പു എന്ന് പറയുന്നൊരു എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, വൃത്താകൃതി പൈസ എടുത്ത്. കുറേ പേരുണ്ട് അങ്ങനെ, ലൈക്ക് ദർ ഈസ് രഞ്ജിത്ത് തമ്പി, അമ്പു ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് കിരൺ രാജേന്ദ്രൻ റോട്ട് ഉത്സാഹ ഇതിഹാസം വിത്ത് മീ. സോ കിരൺ രാജേന്ദ്രൻ്റെ കുറേ സ്റ്റോറീസൊക്കെയാണ് ഉത്സാഹ ഇതിഹാസത്തിൽ വന്നേക്കുന്നത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഉള്ളതിൽ. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അചഞ്ചലമായിട്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒരു കാര്യം നടത്തണം എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ആരും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് തോന്നുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇല്ലായിരിക്കും. എന്നാലും ജിയോ ചേട്ടനൊക്കെ ഇപ്പോൾ എൻ്റെ സിനിമയെ സപ്പോർട്ട് ചെയ്തു. എന്തോ ആവാസവും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പുരുഷപ്രേതത്തിൻ്റെ പ്രൊഡ്യൂസർമാരുമായിട്ട് ലിങ്ക് ചെയ്ത് പുരുഷപ്രേതം പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ടു ഹിം. പിന്നെ സഞ്ജു ശിവറാം ഇപ്പോൾ എൻ്റെ സീരീസിലെ നായകനാണ്. സഞ്ജു ശിവറാം സോണിയായിട്ട് എൻ്റെ ഈ സീരീസ് എൻ്റെ വൈഫിന് വയ്യാതെ കിടന്നപ്പോൾ കൊണ്ട് പിച്ച് ചെയ്തു. അപ്പോൾ സോ ദോസ് ആർ പീപ്പിൾ. അപ്പോൾ സോണി ആ സീരീസ് ഇറങ്ങുമ്പോഴത്തേക്കും പീപ്പിൾ വിൽ നോ വൈ ദറ്റ് പിച്ചിങ് മാറ്റേർഡ്. സീരീസ് അതെ അതെ, ഇറ്റ്സ് എ ഫൺ സീരീസ്, ഇറ്റ്സ് എ ക്രൈം കോമഡി. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. ലൈക്ക് ദർ ഇസ് സഞ്ജു, ശംഭു, നിരഞ്ജ്, സച്ചിൻ ആൻഡ് ശ്രീനാഥ്. ഇവരാണ് 4 സംഘം. അല്ലാതെ ജഗദീഷ് സാറുണ്ട്, ഇന്ദ്രൻ സംഘമുണ്ട്, വിഷ്ണു അഗസ്ത്യയുണ്ട്, ഹക്കീമുണ്ട്, ദർശന, ശാന്തി, സെറിൻ, ഇനിയുണ്ടല്ലോ സെറിനുണ്ട്, പിന്നെ കണ്ണപ്പൻ, അഗസ്ത്യയുണ്ട്. അഗസ്ത്യ ഇതിലും നായകനാണ്, സംഘർഷയിലും നായകനാണ്. പിന്നെ ഇതൊന്നും അല്ലാതെ പിക്കു എന്ന് പറയുന്നൊരു വണ്ടർഫുൾ ആക്ടറുണ്ട്. പിക്കു ഇസ് ലൈക്ക് എ ക്രേസി ആർട്ടിസ്റ്റ് ആൻഡ് യു വിൽ നോ പിക്കുവിനെ. പിന്നെ
പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്, ഓ ഓക്കെ. ഒരുപാട് പേരുണ്ട്. ലൈക്ക് ഇറ്റ്സ് ലോങ് പ്രോസസ്, ഓൾമോസ്റ്റ് 1 hour പെർ എപ്പിസോഡ്. അങ്ങനത്തെ 6 hours സീരീസും ആക്ഷനും കോമഡിയും ഒക്കെ ഉള്ളൊരു. എപ്പോഴായിരിക്കും അത് നമുക്ക്? എനിക്കൊന്ന് നെക്സ്റ്റ് ഫെബ്രുവരി മാർച്ചോ ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞു, സീരീസ് കഴിഞ്ഞു അതിൻ്റെ പോസ്റ്റും കഴിഞ്ഞു. നമ്മളിപ്പം അതിൻ്റെ ലാസ്റ്റ് മ്യൂസിക്കും മിക്സും ഒക്കെ അതും ഓൾമോസ്റ്റ് ആയി. അപ്രൂവൽസ് എല്ലാം സോണിയുടെ നിന്ന് കിട്ടി. അങ്ങനെ ഇരിക്കുക. പക്ഷേ എഗെയിൻ ഫസ്റ്റ് എപ്പിസോഡൊക്കെ കാണുമ്പോഴത്തേക്കും എന്താണ് പ്രശ്നം എന്ന് തോന്നും. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം റിവോർഡ് ചെയ്യും. കാരണം അതിനൊരു നറേറ്റീവ് ട്രിക്കുണ്ട്. ആ ട്രിക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അത് ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ദെൻ യു സ്റ്റാർട്ട് ലിവിങ് ഓൾ ദീസ് ക്യാരക്ടർ സ്റ്റോറി അറ്റ് ദ സെയിം ടൈം ടുഗെദർ ആയിരിക്കും. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ടൈമും എല്ലാം. അങ്ങനെയൊക്കെയുള്ളൊരു ഫൺ ഇൻട്രസ്റ്റിംഗ് സീരീസാണ്. ഐ എം സോ ഗ്ലാഡ് ദറ്റ് സോണി പോലൊരു പ്ലാറ്റ്ഫോം അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്ലേ യെസ് പറഞ്ഞത് കുറച്ച് മാജിക്കാണ് അത്. അപ്പോൾ അത് വരും, അത് ഫെബ്രുവരി മാർച്ച് വരും. പുരുഷപ്രേതത്തിലാണെങ്കിലും ആവാസവ്യൂഹത്തിലാണെങ്കിലും അതിനൊരു സർട്ടൈൻ പൊളിറ്റിക്സ്, അതിൻ്റെ കൂടെ തന്നെ അതിലൊരു ലെയർ ഓഫ് പൊളിറ്റിക്സ് പറഞ്ഞു പോകുന്നുണ്ട്. ചിലപ്പോൾ പുരുഷപ്രേതത്തിലെ ഇപ്പോൾ ജഗദീഷിൻ്റെ അതെ ക്യാരക്ടർ പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മളൊക്കെ ഈ ജോലി ചെയ്യുകയാണെന്നുള്ള. സോ അതൊരു ജസ്റ്റ് ഒരു വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഡയലോഗാണ്. പക്ഷേ ദാറ്റ് ഇറ്റ്സ് എ ഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ പൊളിറ്റിക്സിനെ എങ്ങനെ കൊണ്ടുവരണമെന്നാണ് കൃഷാന്തിൻ്റെ പൊളിറ്റിക്സിനെ സിനിമകളിലാണെങ്കിലും ഈ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ച് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എല്ലാം. അതെ, എനിക്ക് ഈ പാരഞ്ജിത്ത് അല്ല കാലയിൽ ചെയ്തേക്കുന്ന രീതി പൊളിറ്റിക്സിൻ്റെ ഭയങ്കര രസമാണ്. മാരി സെൽവരാജിൻ്റെ ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലവ് ഹിസ് ഫിലിംസ്. പക്ഷെ ഞാൻ പറയുന്നത് പാരഞ്ജിത്ത് കാല അല്ലെങ്കിൽ മറ്റേ രജനീകാന്ത് തിരിച്ചു വന്നൊരു സിനിമ ഉണ്ടല്ലോ, നെരുപ്പിടൊക്കെ ഉള്ള കബാലിയിലൊക്കെ ഇവർ ചെയ്തേക്കുന്നത് ഭയങ്കര നല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ടോക്കിംഗ് അബൌട്ട് മാർജിനൽ പീപ്പിൾ, ബട്ട് യു ആർ ഷോയിങ് ദിസ് മാർജിനൽ പീപ്പിൾ നോട്ട് ആസ് മാർജിനൽ പീപ്പിൾ ഹൂ ഷുഡ് ബി ലുക്ഡ് അറ്റ് സിമ്പത്തി. കാരണം നോക്കുമല്ലോ അവർ സ്റ്റാർസ് ആണ്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഈ DC കോമിക്സ് ഒക്കെ ഇടയ്ക്ക് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ സൂപ്പർമാനെ പോലത്തെ ഒരു ക്യാരക്ടറെ കൊണ്ടുവന്ന് ഐക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ഐക്കൺ അല്ലെങ്കിൽ റോക്കറ്റ് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ ഇത് കൊണ്ടുവന്ന റെപ്രസെൻറ്റേഷൻ അല്ല, അവരുടെ സൂപ്പർ പവേഴ്സ് വച്ചിട്ട് അവർ നാച്ചുറലാകും. അപ്പം ഇത് ചിൽഡ്രൻസ് ചൂച്ചു TVയും അല്ലെങ്കിൽ ഈ കൊക്കോ മെലണും ഒക്കെ ആഫ്രിക്കൻ അമേരിക്കൻ കിഡ്സിനെയൊക്കെ സ്കൂൾ പിള്ളേരുടെ ഇടയിൽ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലൈസ് ചെയ്യുകയാണ് മാർജിനൽസിന്. അത് നമ്മൾ അല്ലാതെ അതിന് ഒരു സിമ്പത്തി എംപത്തി ഓ ലുക്ക് അറ്റ് ഓൾ ദിസ് ട്രബിൾസ് ബട്ട് പേ മണി ഫോർ മൈ ഫിലിം മെത്തേഡല്ല ചെയ്യുന്നത്. അതായത് അതൊരു എനിക്ക് മറ്റേത് ചെയ്യുന്നവർക്ക് ചെയ്യാം. ചിലപ്പം ഒരു ദളിത് പേഴ്സണിന് അയാൾ അനുഭവിച്ച സാധനങ്ങൾ അയാൾ അനുഭവിച്ച പോലെ തന്നെ സിനിമയിൽ പറയാൻ ഭയങ്കര ഊർജ്ജമായിരിക്കും. കാരണം അയാൾ അനുഭവിച്ചത് അയാൾക്ക് മാത്രമേ അറിയാവൂ. ബാക്കിയുള്ളവർക്ക് അതെങ്ങനെയാണ് അനുഭവിച്ചതെന്ന് അയാൾക്ക് കാണിക്കേണ്ടി വരും. അത് അങ്ങനത്തെ മാർജിനൽ സ്പേസിൽ നിന്ന് വരുന്ന ഫിലിം മേക്കേഴ്സ് ചെയ്യും. പക്ഷെ മലയാളത്തിൽ നമ്മൾ കാണുന്നത് ചില സിനിമകളിൽ ഭയങ്കര പ്രിവിലേജ് സ്പേസിൽ നിന്ന് കൂടെ ജോലി ചെയ്യാൻ വരുന്നവർക്ക് പോലും ശമ്പളം കൊടുക്കാതെ നിറത്തിൻ്റെ പേരിലും അതിൻ്റെ പേരിലും ഒക്കെ ഇതും ചെയ്ത് ഉടായിപ്പും പറഞ്ഞിട്ട് സിനിമയിലെത്തുമ്പോഴത്തേക്ക് അയ്യോ പെട്ടെന്ന് ഈ സ്ത്രീ ശാക്തീകരിക്കാം ഇവിടെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പോകുന്ന ഒരു സംഭവമുണ്ട്. അത് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ നമുക്ക്. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. പിന്നെ മനസ്സിലാവാത്ത ഫിലിം മേക്കേഴ്സ് ഉണ്ട്. ഓ ദേ ആർ റിയലി ടാലൻറ്റഡ്. ഇപ്പോൾ ഫിലിമിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക് അതിന് ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ ഉപയോഗിക്കുന്ന റാപ്പ് എല്ലാം ഭയങ്കര രസമാണ്. അപ്പോൾ എങ്ങനെയാണ് മ്യൂസിക്കിൻ്റെ ഒരു ആസ്വാദനം എങ്ങനെയാണ് നടക്കാറ്? ഞാൻ വേൾഡ് മ്യൂസിക് കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ കുറച്ച് റിതം ഗിറ്റാറൊക്കെ കോളേജിൽ വെച്ച് പ്ലേ ചെയ്യുമായിരുന്നു. അപ്പം ഒരു റോക്ക്, ഇൻഡി, ഓൾട്ടർനേറ്റ് റോക്ക്, ഫങ്ക് ഇതൊക്കെ കേട്ടു. പിന്നെ അതിൽ നിന്ന് ഇപ്പോൾ അല്ലാതെ EDMും റാപ്പിൻ്റെ പല വെറൈറ്റീസാണ്. നമ്മൾ ആംഗ്രി ഉണ്ട്, ആംഗ്രി റാപ്പുണ്ട്, ഫെജോ പാടിയിട്ടുണ്ട്. പിന്നെ ദർ ഇസ് ദിസ് ജീനിയസ് കോൾഡ് MC കൂപ്പർ. അപ്പോൾ കൂപ്പർ ഒരു ജീനിയസാണ്. അപ്പോൾ കൂപ്പറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. കൂപ്പർ ഞാൻ ഫ്രണ്ട്സാണ്. കൂപ്പറിന് എനിക്ക് ഒരു സമയത്തും നല്ല പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല.
സ്റ്റിൽ വി കൊളാബറേറ്റ്. ഈവൻ ഇൻ മൈ ന്യൂ ഫിലിം വി ആർ കൊളാബറേറ്റിംഗ്. പുതിയ സീരീസിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് സൂരജ് സന്തോഷൻ വർക്കിയാണ്. അപ്പോൾ മൈൻഡ് ബ്ലോയിങ് മ്യൂസിക്കാണ്. സംഘർഷാണയുടെ മ്യൂസിക് രാജേഷ് നാരോത്ത് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ചെയ്തേക്കുന്നത്. ഈസ് ബേസ്ഡ് ഇൻ അമേരിക്ക. സംഘർഷാണയുടെ മ്യൂസിക് ചൈനീസും ലിറ്റിൽ ബിറ്റ് ഓഫ് ജാപ്പനീസും ആണ് അതിൻ്റെ മ്യൂസിക്. അതിൻ്റെ അകത്തൊരു ഇന്ത്യൻ എലിമെൻ്റ് ഉണ്ടെങ്കിലും ചൈനീസാണ് മ്യൂസിക് സൗണ്ടിങ്. അപ്പോൾ ഡിസൈൻ സ്ട്രാറ്റജി ഉണ്ടാക്കും ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോഴത്തേക്ക്. ഇതിൻ്റെ ഇപ്പം അജ്മലിൻ്റെ കൂടെ ആവാസവും ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കുറേ കൂടെ എർത്തി സൗണ്ട്സും ഹാർട്ട് ബീറ്റും തമ്പിങ്ങും ഇപ്പോൾ ജംബേ, ഇടയ്ക്ക, തിമിലൊക്കെ പോലത്തെ ഇൻസ്ട്രുമെൻസിൻ്റെ കൂടുതൽ ഇന്ന് പതുക്കെ പതുക്കെ റിതം ഗിറ്റാറിൻ്റെ റിതം മ്യൂസിക് ആംഗ്രി റോക്കിലോട്ടൊക്കെ പോകുന്ന ഒരു രീതിയാണ്. അതിൽ അജ്മൽ ചെല്ലോയൊക്കെ വെച്ചിട്ട് 4 Seasons പോലത്തെ ഒരു സാധനമൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു മ്യൂസിക് ഡിസൈൻ വൃത്താകൃതിക്ക് വി ഗോട്ട് സ്റ്റേറ്റ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് BGM. അത് കുറച്ച് ഒരു ആക്കപ്പെല്ല സ്റ്റൈൽ തന്നെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ബോബി മെക്ഫറിൻ്റെ ഒരു ത്രോട്ട് സിംഗിങ് ഉണ്ട്. അപ്പം അത് ആ സ്റ്റൈല് വേണമെന്ന് അജ്മലിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അജ്മൽ അത് മോഡിഫൈ ചെയ്തിട്ട് വേറൊരു രീതിയിൽ അജ്മൽ കൊണ്ടുവന്നു. സോ ഈ ഗോട്ട് ദി അവാർഡ് ഫോർ ദാറ്റ് ഓൾസോ. അത് അങ്ങനെ ഓരോന്നിലും മ്യൂസിക്കിൽ എന്തെങ്കിലും ഒരു ചെറിയ എക്സ്പ്ലോറേഷൻ. സംഘർഷ ഘടനയിലാണ് മ്യൂസിക് ഭയങ്കര ഇൻറ്റഗ്രിറ്റി ഉള്ള മ്യൂസിക് വന്നേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്റ്റൈൽ ഡസ് നോട്ട് ചേഞ്ച്. ആ സ്റ്റൈലിൻ്റെ പല സാധ്യതകൾ ഇങ്ങനെ രാജേഷ് ചെയ്തേക്കുന്നത്. വിത്ത് 4 സംഘം സ്റ്റൈൽസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ലൈക്ക് യു സ്റ്റാർട്ട് വിത്ത് ഫങ്ക് ആൻഡ് വി റിയലി നെയിൽ ഫങ്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദർ ഇസ് റാപ്പ്, പിന്നെ ദർ ഇസ് എത്നിക് ബീറ്റ്സ്, പിന്നെ കുറച്ചൊരു കാർപ്പറ്റ് നേച്ചറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീൻസിലുമൊക്കെ മ്യൂസിക്കൊക്കെ ഉണ്ട്. എന്നാൽ അത് ഇൻട്രസ്റ്റിംഗ് സ്പേസിലാണ്. ആൻഡ് സൂരജും വർക്ക് ചെയ്യും. അഗെയിൻ ഐ എം ലക്കി ദറ്റ് ഐ ഗെറ്റ് ടു വർക്ക് വിത്ത് ദിസ് പീപ്പിൾ ഹൂ ആർ സോ യുണീക്ക് ഇൻ ദെയർ തോട്ട്സ്. അപ്പോൾ അവർ കമ്പോസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരു മാജിക്കുണ്ട്. രാജേഷ് നാരൂത്ത് ആണെങ്കിലും ബ്ലോണ് വേണം, കാരണം ഹീസ് ഓൾസോ ഫിലിം മേക്കർ. അപ്പോൾ എനിക്ക് ക്യാമറ മൂവ്മെൻറ്റ്സിനെയൊക്കെ പുള്ളി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മ്യൂസിക് വെച്ചിട്ട്. ഇപ്പം മ്യൂസിക് എഡ്ഗർ റൈറ്റൊക്കെ ചെയ്യുന്ന പോലെ മ്യൂസിക് വെച്ച് മാർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ മ്യൂസിക്കലി പിന്നെ ഞാൻ ലിസ്ണർ നിറയെ കേട്ടുകൊണ്ടിരിക്കും. പുതിയ പുതിയ ജോണേഴ്സൊക്കെ കേട്ട് പുതിയ സ്റ്റൈൽസൊക്കെ. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഗ്ലിച്ച് EDM ഗ്ലിച്ച് വരുന്നതൊക്കെ ഭയങ്കര ഒരു പോസ്റ്റ് ഡാഫ്റ്റ് പങ്ക് വന്നേക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ എനിക്ക് ജസ്റ്റിൻ്റെ മ്യൂസിക് ഭയങ്കര ഇഷ്ടമുണ്ട്. സുഷിൻ ശ്യാം ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ രാഹുൽ രാജിൻ്റെ മ്യൂസിക് എനിക്ക് ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പ്രപ്പട ബിജിബാല ചെയ്തേക്കുന്ന മ്യൂസിക് കേട്ടില്ലേ? എന്താ അത് മാജിക്കാണത്. അത് ദാറ്റ്സ് ഇമ്പോസിബിൾ. അപ്പം പിന്നെ ജയിലല്ല അനിരുദ്ധ് ചെയ്തേക്കുന്ന ഭയങ്കര ലൈക്ക് ഇപ്പം ജുജുബി എന്നൊക്കെ പറയുന്ന സോങ്ങൊക്കെ ഇല്ലേ? ലൈക്ക് ജുജുബി ടോപ്സ് മൈ പ്ലേ ലിസ്റ്റ് കേട്ടോ. ഞാൻ മൂഡ് ഓഫ് ആകുമ്പോഴത്തേക്കും എനിക്ക് സെറട്ടോണിൻ തരുന്നത് ജുജുബിയാണ്. ജുജുബി നാഷണൽ അവാർഡിനൊക്കെ പോയപ്പോഴത്തേക്കും അവർ കൺഫ്യൂസ്ഡൊക്കെ ആകുമ്പോൾ ഞാൻ ജുജുബി കേൾക്കും. പിന്നെ ഇപ്പം ഞാൻ കുറച്ചുകൂടെ ജനകീയമായിട്ടുള്ള സാധനങ്ങൾ എൻ്റെ ഡോട്ടർ കേൾക്കുമെന്നുള്ളതുകൊണ്ട് കേൾക്കുന്നുണ്ട്. റൈമിംഗ് ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ കേൾക്കും. ആ മ്യൂസിക് നിറയെ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ സ്റ്റൈൽസ് വെച്ചിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ആ സ്റ്റൈൽസ് സ്പോട്ടിഫൈ ഉള്ളതുകൊണ്ട് ഭാഗ്യത്തിന് അത് നമുക്ക് ആ സ്റ്റൈൽസിൽ നിന്നുള്ള പുതിയ പുതിയ സാധനങ്ങൾ തരും. അപ്പോൾ നമ്മളത് കേട്ട് പോയാൽ മതി. പിന്നെ വൃത്താകൃതി ചെയ്യുന്ന സമയത്ത് ധ്രുപദ് ഈ രാഗാസിൻ്റെ അടുത്ത് ഭയങ്കര ഇതും വന്നിട്ട് ആ രാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പോൾ ധ്രുപദ് എന്ന് പറയുന്ന രാഗം അത് ആൾക്കാരിരുന്ന് ഉണ്ടാക്കുന്നതും അവർ ഇംപ്രവൈസ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര മാജിക്കലായിട്ട് തോന്നി. ഇപ്പോൾ ഓരോന്നിലും അങ്ങനെ ഓരോ എക്സ്പ്ലോറേഷൻ ഓരോ സ്റ്റേജിലും ഓരോ ഫിലിമും ഓരോ സ്റ്റൈലാണ്. പക്ഷേ വിത്ത് ദ 4.5 gang series we have a lot of styles coming together. അപ്പം it's Varki's job or Suraj's job to actually make all the styles come together as an integral പരിപാടി എന്ന് വെച്ചാൽ. അപ്പോൾ വേറെ ഇംഗ്ലീഷ് സോങ്സ് എന്നിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു 1940s സ്ലോ റോക്കും ഓപ്പേറ പോലത്തെ സാധനങ്ങളൊക്കെ കുറേ വെറൈറ്റീസൊക്കെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കലി ഭയങ്കര എനിക്ക് എൻ്റെ ഫിലിംസിന് എനിക്ക് ഇപ്പം കുറേ ഐ ഹാവ് റെഡ് യൂട്യൂബ് കമൻറ്റ്സ് വേർ പീപ്പിൾ സേ ദാറ്റ് മ്യൂസിക് കൂടിപ്പോയി കുറഞ്ഞു പോയി എന്നൊക്കെ. ഞാൻ മ്യൂസിക്കില്ലാതെ എനിക്ക്
ചിന്തിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് ആ ഒരു രീതിയിലാണ്. അതെ അതെ, തല്ലുമാലാസ് മ്യൂസിക് ഐ എം ലൈക്ക് ഇറ്റ്സ് ദയർ ഇൻ മൈ പ്ലേലിസ്റ്റ്. രണം 6 or 7 years old, still in my playlist. അങ്ങനെ. അതുപോലെ അതേപോലെ ഞാൻ ക്യൂരിയസ് ആയിരുന്നു മാജിക്കൽ റിയലിസം. മാർക്യൂസിന് ഒരു ഇഷ്ടമാണ്. അതെ അതെ, ഞാൻ 100 Years of Solitude കോളറയും 11th Time of കോളറയൊക്കെ മാർക്കോസ് നീൽ ഗെയിൽമൻ ഒക്കെയാണ് ഞാൻ കുറച്ച് ഇത് ചെയ്യുന്നത്. അതൊന്നും അല്ലാതെ ഇഫ് ഓൺ എ വിൻ്റർ നൈറ്റ് ട്രാവലർ എന്നൊക്കെ പറയുന്ന അല്ലാതെ മാജിക്കൽ റിയലിസം പോലത്തെ റിയലിസം റൈറ്റിംഗ് ഉണ്ട്, അതും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവൻ കോമിക്സിലാണെങ്കിലും ഹെൽ ബോയിയുടെയൊക്കെ ഒരു രീതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റൈൻ്റെയൊക്കെ ഹെൽ ബ്ലേസറൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു പോർട്ടൽ തുറന്ന് പോകുമ്പോഴത്തേക്ക് അവിടെ പാറ്റകളുടെ ലോകം എന്നൊക്കെ പറയുന്ന ഇഷ്ടമാണ് എനിക്ക്. ഭയങ്കര മാജിക്കൽ റിയലിസത്തിൻ്റെ സാധ്യതയല്ലേ, ഭയങ്കര അതെ അതെ അതെ. ആൻഡ് ആ സൃഷ്ടിക്കുന്നത് റിയലിസത്തിൽ നിന്ന് ബേസ് ചെയ്ത് ലീപ്പ് ചെയ്യാതെയല്ലേ സൃഷ്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കോൺസിക്വൻസസ് ഒക്കെ ഉണ്ട്. അത് മാജിക്കൽ റിയലിസം, സോ യൂസ് ഫൈൻഡ് ദിസ് മാജിക്കൽ റിയലിസം കൈൻഡ് ഓഫ് സീക്വൻസസ് ഇൻ ഓൾ മൈ വർക്ക്. ഇപ്പം വൃത്താകൃതിയുടെ എൻഡിങ് ആണെങ്കിൽ പുരുഷപ്രയത്തിൻ്റെ ബറിയൽ സീനിൽ നമ്മൾ രണ്ടാമത് റീവിസിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ശവങ്ങൾ തൂങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടി, അതിന് വിഷ്വൽ സാധ്യതകൾ ഭയങ്കര ഹൈ ആണ്, സൗണ്ടിൻ്റെ സാധ്യതകൾ. അപ്പം എൻ്റെ സൗണ്ട് ഡിസൈനറും അവിടെ എത്തുമ്പോഴത്തേക്കും പ്രശാന്ത് ഉണ്ടെങ്കിൽ അങ്ങ് മാഡാവും. എന്നുവെച്ചാൽ എല്ലാം യൂസ് ചെയ്ത് മ്യൂസിക് കറക്കാനൊക്കെ പറ്റും, അത് സൗണ്ട് ശബ്ദങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. വൃത്താകൃതി ആവാസയുഗത്തിലൊക്കെ ഉണ്ട്, സംഘർഷണയിലുണ്ട്. ഒരു ഈ പേരുകളൊക്കെ എങ്ങനെയാണ്? പേര് മാജിക്കാണ്. പേര് ലക്കിലി ഇറ്റ് ഷുഡ് ഹാവ് വൺ മീനിങ് ആൻഡ് ദെൻ അനദർ മീനിങ് ആൻഡ് ദെൻ അനദർ മീനിങ് ആൻഡ് ദെൻ അനദർ മീനിങ്. അപ്പോൾ വൃത്താകൃതിയിലുള്ള ചതുരം ഇസ് ലൈക്ക് എ ജോമെട്രിക് ലിംബോ. ഇറ്റ് ഓൾസോ മീൻസ് എ സ്ക്വയർ പെഗ് ഇൻ എ റൗണ്ട് ഹോൾ. അപ്പം അത് കാണുമ്പോഴത്തേക്കും ഇതും അതും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ബന്ധമില്ല. പക്ഷേ ഇറ്റ്സ് അബൌട്ട് എ പേഴ്സൺ ഹു ഇസ് നോട്ട് ഫിറ്റിംഗ് ഇൻ ടു ദ സൊസൈറ്റി എന്ന് പറയുന്നുണ്ട്. ആവാസവ്യൂഹം എക്കോ സിസ്റ്റമാണ്, ജൈവവൈവിധ്യ ആവാസവ്യൂഹം ആണ്. സംഘർഷ ഘടന ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേര്. എന്ന് വെച്ചാൽ ഇറ്റ്സ് അബൌട്ട് ദി അനാട്ടോമി ഓഫ് വാർ, പക്ഷേ ഘടന ഓൾസോ സൗണ്ട്സ് ലൈക്ക് കട്ടാന. അപ്പം അങ്ങനെ ഘടന എന്ന് പറയുന്ന ഇതിലെത്തി. കാരണം സംഘർഷ കല എന്നിടാം നമുക്ക്. അപ്പോൾ യുദ്ധകല എന്നുള്ളതിന് യുദ്ധത്തിന് വരെ സംഘർഷം, കോൺഫ്ലിക്റ്റിന് ഇടാം. അപ്പോൾ അങ്ങനെ പേര് എത്തി. പിന്നെ 4 സംഘം, സംഭവ വിവരണം 4 സംഘം, അത് ഇറ്റ്സ് ക്രോണിക്ലിങ് എ ഗ്യാങ് ഇൻ ട്രിവാൻഡ്രം. അപ്പം തിരുവനന്തപുരത്തെ ഒരു ഗ്യാങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിനെ ക്രോണിക്കിൾ ചെയ്യുക നമ്മൾ. അപ്പോൾ അതിന് സംഭവ വിവരണം, സംഭവം വിവരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു നറേറ്റീവ് പരിപാടിയും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ മാജിക്കൽ പേരുകൾ വരുന്നുണ്ട്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഭഗവതിക്കാവിലെ പാപികളിൽ നിന്നാണ്, വിച്ച് ഇസ് എ നെയിം ദാറ്റ് ഐ സ്റ്റംബിൾഡ് അപ്പോൺ. പിന്നെ സീരീസിന് ഉത്സാഹ ഇതിഹാസം എന്ന് പേരിട്ടത് എൻ്റെ പഴയ എഡിറ്റർ രാകേഷാണ്. അപ്പോൾ രാകേഷ് ഈസ് സംബഡി ഹു ഹാസ് കോൺട്രിബ്യൂട്ടഡ് ബിഗ് ടൈം ടു ദ വേ ഐ തിങ്ക് അബൌട്ട് നെയിംസ് മലയാള ഭാഷയൊക്കെ. ഇപ്പോൾ സാമർത്ഥ്യശാസ്ത്രം എന്ന് പറയുന്ന കരിക്ക് ചെയ്തേക്കുന്ന ആ പേരിലും രാകേഷിൻ്റെ പങ്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ രാകേഷിൻ്റെ നെയിമിങ് സാധനങ്ങളൊക്കെ ഒരു ചെറിയൊരു ജീനിയസ് മനുഷ്യനാണ്. രാകേഷ് has എഡിറ്റഡ് ഇത് ആവാസവ്യൂഹം എഡിറ്റ് ചെയ്തിട്ടുണ്ട്, സാമർത്ഥ്യശാസ്ത്രം എഡിറ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഇറങ്ങിയ ഒരു ഫിലിമുണ്ട്, അന്നാബെനും അർജുൻ അശോകനും നന്ദു സാറും ഒക്കെ ഉള്ള സിനിമ, നെറ്റ്ഫ്ലിക്സ്, ത്രിശങ്കു ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് രാകേഷ് വണ്ടർഫുൾ ടാലൻറ്റഡ് പേഴ്സണാണ്. അപ്പോൾ ഐ ഗോട്ട് ദ പ്രിവിലേജ് ടു വർക്ക് വിത്ത് ഹിം ഓൺ 2 films. അങ്ങനെ. അപ്പോൾ ഞാൻ കൃഷാന്ത് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ? അതെൻ്റെ അമ്മൂമ്മ വേറെ കൃഷ്ണാനന്ദം കണ്ട് കേട്ടുകൊണ്ട് പോയിട്ട് അവസാനം കൃഷാന്ത് ആയതാണെന്നാണ് അച്ഛൻ പറയുന്നത്. ആൻഡ് ദേ ഡി നോട്ട് നോ ദ മീനിങ് ആസ് വെൽ. പിന്നെ somebody told me that Krish is darkness and Ant is end of darkness. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതൽ അത് പറയാം എന്ന് പറയാമെന്ന്. പക്ഷേ എന്തോ ഒരു പേരങ്ങ് മാജിക്കലി സംഭവിച്ചു. സോഫ്റ്റ്വെയർ കമ്പനി കോൾ കൃഷാന്ത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കൃഷാന്ത് എന്നൊക്കെ അടിച്ചു നോക്കാം എന്തെങ്കിലും ന്യൂസൊക്കെ ഉണ്ടെന്ന്. ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പേജ് വരും. സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അല്ലേ? പക്ഷേ ആ ജോക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അതുവരെ കണ്ടാലേ വർക്ക് ചെയ്യത്തുള്ളൂ. ലൈക്ക് അപ്പോൾ കുറേ അങ്ങനത്തെ കോണ്ടെക്സ്റ്റ് ജോക്കുകളുണ്ട് ഫിലിമിൽ വിച്ച് ഡസ് നോട്ട് വർക്ക് ആസ് സിംഗിൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
വർക്ക് ചെയ്തില്ല. ആ ജോക്ക് അവിടെ വരെ എത്തി പുട്ട് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ആ ജോക്ക് വർക്ക് ചെയ്തില്ല. അങ്ങനെ ഹ്യൂമർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. അതെ ഹ്യൂമറിലൊരു ഒരു ഇവോൾവ്ഡ് ആയിട്ട് കണ്ടന്റിൽ തന്നെ ബേസ് ചെയ്ത് വെച്ചേക്കുന്ന ഹ്യൂമറാണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് പുരുഷപ്രായത്തിൽ കുറച്ചുകൂടെ അല്ലാത്ത ജോക്സുകളും ഉണ്ട്, ഭാഷ തമാശ, പിന്നെ ചുമ്മാ ഉള്ള ഒരു ചളുവൊക്കെ ഉണ്ട്. അത് പോട്ടെ, കുഴപ്പമില്ല. യെസ്, ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ ഇങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ ഐ ഗസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാം. എന്നിട്ട് ഇനിയും നമുക്ക് വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. താങ്ക് യു.